أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മാന്യ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാൻ മാസത്തിലെ പരിശുദ്ധ രാത്രിയിൽ ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയതും ഇതുവരെ നാം ചൊല്ലിയതും ചെയ്തതും അല്ലാഹു തആല മഹളായ ഫള് കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് അവൻ്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന സൽജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നവർ, സഹായിച്ചിരുന്നവർ, ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ മജ്‌ലിസിലും സജീവ സാന്നിധ്യമുണ്ടായിരുന്നവർ, പലരും മരിച്ചുപോയി. അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൻ്റെ മിസ്ല് സവാബ് അവരെ ഹളറത്തിലേക്ക് നമ്മിൽ നിന്ന് ഹദിയയായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ സംബന്ധിക്കേണ്ട പലരും രോഗം കൊണ്ടും മറ്റും വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നേരത്തെ CM ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടവർ, നമ്മുടെ ദുആ പ്രതീക്ഷിക്കുന്നവർ, നാം ദുആ ചെയ്യൽ കടമയായിട്ടുള്ളവർ എല്ലാവരെയും നമ്മുടെ ദുആയിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതുപോലെ അവൻ്റെ അപാരമായ റഹ്മത്ത് കൊണ്ട്, ഫള് കൊണ്ട് ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ജീവിതത്തിലുടനീളം അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. സുദീർഘമായ
പ്രഭാഷണത്തിനോ നസീഹത്തിനോ അല്ല നിങ്ങൾ ഒരുമിച്ച് കൂടിയത് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം. ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് അഹ്മദുൽ കബീർ തങ്ങളുപ്പാപ്പ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. തങ്ങളുടെ ദുആഉം നസീഹത്തും അതാണ് നാമൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇന്നത്തെ രാത്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടതും അതുതന്നെയാണ്. റമദാനിലെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടും. അല്ലാഹു അത് കേൾക്കും. പഴയ കാലം മുതൽ മഹാനായ ഇബ്നുൻ നബാത്തത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖുതുബകളിൽ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഓതുന്ന ഖുതുബയിൽ നാം കേട്ടിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നത് കാണാം, വലാ ദുആഅ ഫീഹി ഇല്ലാ മസ്മൂഅ. റമദാനിൽ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയില്ല. വലാ അമല ഫീഹി ഇല്ലാ മർഫൂഅ. റമദാനിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളില്ല. ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതല്ല. അതൊരു സത്യമാണ്. നമ്മിൽ പല ആളുകളും നമ്മുടെ വീക്ഷണത്തിലും നമ്മുടെ വിശ്വാസത്തിലും എത്രയോ സുകൃതങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഒട്ടുമിക്ക അമലുകളും നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ അവിടെ കാണുകയില്ല. അതേ സമയത്ത് നാം ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ ചെയ്തു പോകുന്ന ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് വഴിപ്പെട്ട് സംഭവിച്ചു പോകുന്ന ദോഷങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ, അറിയാതെ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങൾ, ഇതിൽ ഒന്നുപോലും രേഖപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തപ്പെടാതിരിക്കുകയോ ചെയ്യില്ല. കാരണം അതിന് പ്രത്യേകമായ നിബന്ധനകളൊന്നുമില്ല. വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. നേരത്തെ പ്രിയങ്കരനായ സുഹൃത്ത് ബഷീർ മാഷ് പറഞ്ഞതുപോലെ അവർ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഏതായാലും വരണം. നേരത്തെ ആളുകൾ വരുന്നതും വരാതിരിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. ദീനി ദഅ്വാരംഗത്ത് ഒരുപാട് പാഠങ്ങളും പ്രചോദനവും നൽകിയിട്ടുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനും മാർഗദർശിയൊക്കെയാണ് ബഷീർ മാഷ്. അപ്പോൾ ആ വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടു. ആളുകൾ വരട്ടെ വരാതിരിക്കട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് വന്ന് പറയണം. ചില ആളുകൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. ഉദ്ദേശിക്കുന്നത് പോലെ ഓഡിയൻസ് ഇല്ലെങ്കിൽ, അതുമാത്രമല്ല ആയിരക്കണക്കിന് ഓഡിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂടിയാണ്. അവിടെ പ്രഭാഷണം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജലാലിയയിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞ് വരുന്നത്. നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടും. നിയ്യത്ത് ശരിയല്ലെങ്കിൽ എല്ലാം
പാഴ്വേലയാണ്. അള്ളാഹു നമ്മുടെ നീയത്തൊക്കെ നന്നാക്കി തരട്ടെ. അപ്പോൾ നന്മകൾ സ്വീകരിക്കപ്പെടാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. തിന്മകൾ ഉയർത്തപ്പെടാനും അത് രേഖപ്പെടുത്താനും കാര്യമായി ഷർത്തുകളൊന്നുമില്ല. ഒരാൾ മദ്യപിച്ചു, ആ മദ്യപാനം സഹിയാവാൻ വല്ല ഷർത്തുമില്ല, ഒരു ഷർത്തുമില്ല. അയാൾ ആ മദ്യപിച്ചത് സഹിയായിട്ടില്ല എന്ന് പറയാൻ അതിന് ഷർത്തൊന്നുമില്ല. അതുപോലെ ഒരാൾ പലിശ വാങ്ങി, പലിശ വാങ്ങിയത് സഹിയായിട്ടില്ല, അതിന് ഷർത്തൊന്നുമില്ല. ഒരാൾ നിസ്കരിച്ചു, അത് സഹിയാവാൻ ഒരുപാട് നിബന്ധനയാണ്. ഇനി സഹിഹായി എന്ന് കരുതി സ്വീകരിക്കപ്പെട്ടോണമെന്നില്ല. മുവാഫഖത്തു ദിൽ വജ്ഹൈനി വുഖൂഅൻ ശർഅ, ശരിയാവാനും ശരിയാവാതിരിക്കാനും സാധ്യതയുള്ള ഒരു കാര്യം ശറഅ് നിർദ്ദേശിച്ചതിനോട് ഒത്തുവരുന്നതിൻ്റെ പേരാണ് സഹിഹാകുക. ശരിയാവാനും സാധ്യതയുണ്ട്, ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട്. അത്തരമൊരു പ്രവൃത്തി ശറഅ് നിർദ്ദേശിച്ചതിനോട് ഒത്തുവരുന്നതിനാണ് സഹിഹാവുക എന്ന് പറയാം. ഒരു ഉദാഹരണം, ഇവിടെ ഒരാൾ ഒരു 80-85 വയസ്സുള്ള ഒരാളാണ്. അയാളെല്ലാ വക്തും ജമാഅത്തിന് വരും. അത്താഴ സമയത്ത് എഴുന്നേറ്റ് സുബ്ഹ് ജമാഅത്തിന് വരും. വളഞ്ഞു നടക്കുന്ന ആളാ, പാവ, വളരെ ആത്മാർത്ഥതയുള്ള ആളാ. ആര് കണ്ടാലും അദ്ദേഹത്തെ ഒരു സ്വാലിഹായ മനുഷ്യനാണെന്ന് വിധി എഴുതും. അദ്ദേഹം നിസ്കരിക്കാൻ നിന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അങ്ങനെയൊക്കെ ഭക്തിയൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ അയാളെ തുണിക്ക് ചെറിയൊരു ഓട്ടമുണ്ട്, ഔറത്ത് കാണുന്ന രൂപത്തിലുള്ളൊരു ഓട്ടമുണ്ട്. അപ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? അല്ല, അയാളൊരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട്, അത്ര നല്ല കരഞ്ഞ് നിസ്കരിക്കുന്ന ആളായതുകൊണ്ട് അത് സ്വീകരിക്കും എന്ന് പറയാൻ പറ്റുമോ? അത് ശരിയായിട്ടില്ല എന്നാ പറയാം, ശരിയായിട്ടില്ല എന്നാ പറയാം. നമ്മളെ മനസ്സ് പറയണ്ട, അങ്ങനൊന്നും പറയരുത്, അത് വളരെ പാവപ്പെട്ട മനുഷ്യനാ, അത്തരം അയാൾക്ക് നിവർന്ന് നടക്കാൻ കഴിയില്ല, എന്നിട്ടും അത്രയൊക്കെ ത്യാഗം ചെയ്ത് വരുന്ന ആ മനുഷ്യൻ്റെ നിസ്കാരം സഹിയല്ലെന്നോ? ഈ മലക്കുകളാണ് ഈ അമലുകളൊക്കെ ഉയർത്തുന്നത്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. സ്വാലിഹായ അമൽ ഉയർത്തുന്നത് അത് മലക്കുകളാണ്. മലക്കുകൾ ദിവസേന ഉയർത്തുന്നുണ്ട്, ആഴ്ചയിൽ മൊത്തത്തിൽ ഒരു ഉയർത്തലുണ്ട്. ആഴ്ചയിൽ ഉയർത്തുന്നതിൻ്റെ പുറമെ വർഷത്തിൽ പ്രത്യേകം ഒരു ഉയർത്തലുണ്ട്. അതൊക്കെ നമ്മുടെ ലോകത്ത് സർവ്വസാധാരണമായി കാണാം. ഒരു പഞ്ചായത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഫയലുകൾ, ഹാജർ പട്ടികകൾ, അതൊക്കെ വളരെ കൃത്യമായി അതത് ദിവസത്തേതുണ്ടാവും, ആഴ്ചയിലുണ്ടാവും, മാസത്തിൻ്റേതുണ്ടാകും, പിന്നെ വർഷത്തിൻ്റേതുണ്ടാവും. അതൊക്കെ കാണിച്ചു കൊടുത്താൽ ഈ ബാർ 95, ബാർ 2004, ബാർ 2024 ഇതൊക്കെ കേട്ടില്ലേ? അതാ കൊല്ലത്തിൻ്റെ കണക്കാണ്. എന്നതുപോലെയാണ് ഈ അമലുകളൊക്കെ ഉയർത്തുന്നത് എന്നാണ് കൃത്യം. അങ്ങനെയാണ് അമലുകൾ ഉയർത്തുന്നത്. അപ്പോൾ ഈ അമലുകൾ നമ്മൾ എന്ത് ചെയ്താലും ഉയർത്തുന്ന ആളുകൾ മലക്കുകളാണ്. മലക്കുകൾ ഈ അമലുകൾ ഉയർത്തുമ്പോൾ നോക്കുന്നത് അതിന് വെച്ച നിബന്ധന ശരിയായിക്കണോ അല്ലേ എന്നാണ്. ആരോടും ഒരു പ്രത്യേകമായ സിമ്പതി ഒന്നും മലക്കുകൾക്ക് ഉണ്ടാവില്ല. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ റോബർട്ടിനെ പോലെ ചെയ്യാനേ മലക്കുകൾക്ക് കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും മലക്കുകൾ ചെയ്യൂല.
ആരോടും പ്രത്യേകമായൊരു സങ്കടം, ഒരു ദയ, അതൊന്നും ഈ മലായിക്കത്ത് എന്ന വിഭാഗത്തിനില്ല. അവർ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായിട്ട് ചെയ്യും. ഇങ്ങനെയാണ് മലക്കുകളെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഒരു കൽപ്പനക്കും മലക്കുകളെതിര് ചെയ്യൂല. അപ്പം മലക്കുകൾക്ക് ഇത് മാത്രമേ നോക്കേണ്ട പണിയുള്ളൂ, ആ ഷർത്തൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു താലാക്ക് 2 ഖിത്താബുണ്ട്. ഖിത്താബു തക്ലീഫുണ്ട്, ഖിത്താബുൽ വദഉണ്ട്. അതായത് അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് സംബോധന ചെയ്യുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ഖിത്താബു തക്ലീഫ്, ചെയ്യണം ചെയ്യണം ചെയ്യണം, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ. അതേസമയം ഖിത്താബുൽ വദഉ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിസ്കാരം അത് ഉച്ച സമയത്താവണം. ളുഹർ സൂര്യൻ അല്പം താഴ്ന്ന് അസ്തമിക്കാൻ തുടങ്ങി ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുമ്പോൾ ആയിരിക്കണം അസർ, അസ്തമിക്കുമ്പോഴായിരിക്കണം മഗ്രിബ്. അത്തരം നിർദ്ദേശങ്ങൾക്കാണ് ഖിത്താബുൽ വദഉ എന്ന് പറയാം. ഈ രണ്ടും അതിൽ അത് കൃത്യമായി പാലിക്കപ്പെട്ടിരിക്കുന്നോ എന്ന് മാത്രമേ മലക്കുകൾ ശ്രദ്ധിക്കുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആഖിറത്തിലെത്തുന്ന സമയത്ത് ഒട്ടുമിക്ക നമ്മുടെ അമലുകളും അവിടെ കാണുകയില്ല. ഒരുപാട് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. പ്രായപൂർത്തി എത്തിയതിന് ശേഷം നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. വല്ലപ്പോഴുമൊക്കെ ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടിയിട്ടുണ്ട്. നോമ്പൊന്നും ജീവിതത്തിൽ ഒഴിഞ്ഞു പോയത് അറിയില്ല. അത്തരം വൻ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആഖിറത്തിലെത്തുന്നതെങ്കിൽ ഞാൻ പറയുന്നു, എത്രയോ അമലുകൾ ആഖിറത്തിൽ നമുക്ക് ഉണ്ടാവുകയില്ല, നിബന്ധനകൾ പാലിക്കപ്പെടാത്തതിൻ്റെ പേരിൽ. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു തിന്മയും അത് എഴുതപ്പെടാതെ പോയിട്ടില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ടുണ്ടാവും. അത് റമളാൻ മാസത്തിൽ ചെയ്യുന്ന അമലുകളെല്ലാം ഉയർത്തപ്പെടും. അത് റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. റമളാൻ മാസത്തിൽ ചെയ്യുന്ന എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടും. ദുആ സ്വീകരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ദുആ ചെയ്ത ആ കാര്യം പെട്ടെന്ന് സാധിക്കും എന്നല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥം നാം അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് ചോദിച്ച ആ കാര്യം ആ രൂപത്തിലായി അത് അല്ലാഹു തആല സാധിപ്പിച്ചു തരിക എന്നതിനർത്ഥമല്ല. ദുആ സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്തായി അല്ലാഹു തആല അംഗീകരിച്ചു എന്നാണ്. ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്താണ് ദുആ. അദ്ദുആ ഹുവൽ ഇബാദ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇബാദ. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം, അല്ലാഹു തആലാനെ തൃപ്തിപ്പെടുത്തി എന്ത് കാര്യം ചെയ്താലും അത് ഇബാദത്താണ്, അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാഹു തആല ചെയ്യുന്നത് മുഴുവനും തൃപ്തിപ്പെടുന്നതിൻ്റെ പേര് ഉബൂദിയ്യത്ത് എന്നാണ്. അള്ളാഹ് ചെയ്യുന്ന ഒക്കെ തൃപ്തിപ്പെടുക. ഇതങ്ങനല്ല. അല്ലാഹു തആലാനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്താൽ അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദറജാത്തുകൾ ഉയർത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ ദുആ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുക എന്നർത്ഥമല്ല. ദുആ ഉൽ കർബ്, വലിയ വിഷമം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, അത് ഏറ്റവും വലിയ ദുആയാണ്. അതിലിപ്പോൾ എന്താ തേട്ടം? ഒന്നും ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സാധിക്കുക എന്ന് അർത്ഥമില്ല.
മറിച്ച് ദുആഇന് അല്ലാഹു തആല അത് ഇബാദത്തായി സ്വീകരിച്ച് അതിന് വലിയ പ്രതിഫലം നൽകുക എന്നാണ് ദുആ സ്വീകരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം. എന്നാൽ റമദാനിലെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടും. വലാ ദുആ ഫീഹി ഇല്ലാ മസ്മൂഅ. റമദാനിൽ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകളില്ല, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളില്ല. പക്ഷേ റമദാനിലെ എല്ലാ പ്രാർത്ഥനയും കേൾക്കപ്പെടും. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ റമദാനിൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ 4 4 സമയത്തുള്ള പ്രാർത്ഥന. അത് വളരെ ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദുആയാണ്. എപ്പോഴാണ് ആ 4 ദുആ? ഒന്ന്, ഖുർആൻ ഓതി അവസാനിക്കുമ്പോൾ. നമ്മൾ ഒരു ജുസ് ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ ഒരു പേജ് ഓതുകയാണ്. ആ ഖുർആൻ ഓതിയ ഉടനെയുള്ള ഒരു പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടും എന്ന് വളരെ പ്രതീക്ഷയുള്ള ദുആയാണ്. റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഖുർആൻ ഓതുന്നു. അണുമണി തൂക്കം കുറച്ചെങ്കിലും ഈമാനുള്ള ആളുകൾ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ബോധമുള്ള ആളുകൾ അല്പെങ്കിലും ഖുർആൻ ഓതുമല്ലോ റമദാനിൽ. തീരെ ഖുർആൻ ഓതാത്തവരുണ്ടാവുമോ? ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബോധം ഉള്ള ആളുകൾ കുറച്ചെങ്കിലും ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതും. ആ ഖുർആൻ ഓതിയ ഉടനെയുള്ള പ്രാർത്ഥന അത് ഏറ്റവും കൂടുതൽ ഇജാബത്ത് ഉള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മലക്കുകൾ ആമീൻ പറയും. നമ്മൾ ദുആക്ക് നേതൃത്വം നൽകാനല്ലേ സയ്യിദന്മാരെ കൊണ്ടുവരുന്നത്, വലിയ വലിയ മഹാന്മാരെ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി എല്ലാം എന്തു ചെലവഴിക്കാനും തയ്യാറാണ്. അവരെ ചെറിയ ഒരു ദുആക്ക് വേണ്ടി എത്രയൊക്കെ നമ്മൾ കൊണ്ടുവരും. ഞാൻ എപ്പോഴും ഓർത്തു പോകാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ഇനിയും ആഫിയത്തോടെ ആയുസ് ദീർഘായുസ് കൊടുത്ത് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ പാപ്പ, വലിയ മഹാന്. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഒട്ടുമിക്ക വേദികളിലും ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ടുവരും. തങ്ങളുപ്പാപ്പ അങ്ങനെ പ്രസംഗിക്കുന്ന ആരെങ്കിലും കേട്ടുകിടാ? എന്നാ മറ്റുള്ളവരൊക്കെ ദുആ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും അവൻ കേട്ടിട്ടില്ല. അധികവും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദുആ ചെയ്യല് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചൊരു ദുആണ്ട്. അതാണ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എവിടെയൊക്കെ കൊണ്ടുപോകും തങ്ങളുപ്പാപ്പനെ. എത്ര ത്യാഗം ചെയ്ത് തങ്ങളുപ്പാപ്പ വരും. നടക്കാൻ പറ്റൂല, വീൽ ചെയറിലായി. എത്ര ത്യാഗം ചെയ്തിട്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ നാടുകളൊക്കെ കൊണ്ടുപോകും. തങ്ങൾ ദ്വാരക്കലത് മാത്രമാണ്. തങ്ങളുപ്പാപ്പ പ്രസംഗിക്കലുമില്ല, ഞാൻ കേട്ടിട്ടില്ല പ്രസംഗിച്ചത്. സുന്നത്തി ജമാഅത്തിന്റെ വലിയ വലിയ വേദികളിലൊക്കെ തങ്ങളുപ്പാപ്പയെ കൊണ്ടുവരും. അതാ പ്രാർത്ഥനയുടെ പ്രത്യേകതയാ. റയീസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കുവാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുവാറാവട്ടെ. എത്ര വലിയ സമ്മേളനത്തിലൊക്കെയാ പ്രസംഗിക്കൽ. എന്നാൽ റയീസുൽ ഉലമന്റെ പ്രഭാഷണം ചില ആൾക്കാർ ചോദിക്കുമല്ലോ, അതൊക്കെ ഈ കാലത്തല്ലേ? റയീസുൽ ഉലമ ഈ കാലത്തല്ലേ ജീവിക്കണേ? ഈ കാലത്തല്ലേ നമ്മൾ മനസ്സിലാക്കിയ സാഹിത്യത്തിലും നമ്മൾ മനസ്സിലാക്കിയ വാക്ക് ചാതുര്യത്തിലുമാണോ ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കാറുള്ളത്? പക്ഷേ അത് 2 മിനിറ്റെങ്കിൽ അത് മതി. അപ്പം അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അത്ര വലിയ സ്വാലിഹീങ്ങളൊക്കെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത് എന്തിനാ? അവരെ പ്രാർത്ഥനയ്ക്ക്
ഇജാബത്ത് കിട്ടും, അത് അല്ലാഹ് സ്വീകരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? മുത്തുനബിയെ പറയുന്നത് ഖുർആൻ ഓതിയ ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആമീൻ പറയുന്നത് മലക്കുകളാണ്. മലക്കുകളുടെ പ്രാർത്ഥന അതങ്ങനൊന്നും നമുക്കൊരു സാറില്ല. അതെന്താ മലക്കളുടെ വിശ്വാസമില്ലേറ്റ്? ഒന്നുകിൽ മുത്തുനബിയുടെ വിശ്വാസമല്ല, അല്ലെങ്കിൽ മലക്കളുടെ വിശ്വാസമല്ല. അല്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഖുർആൻ ഖത്മ് തീർത്ത് ആ ഖത്മ് തീർത്ത ഉടനെയുള്ള പ്രാർത്ഥനക്ക് 4000 മലക്കുകൾ ആമീൻ പറയുമെന്നാണ്. ഖുർആൻ ഖത്മ് തീർത്തിട്ട് എല്ലാ ലേറ്റസ്റ്റ് മുസ്ഹഫിലൊക്കെ ഉണ്ടല്ലോ ഖത്മുൽ ഖുർആന്റെ ദുആ. അത് വഹാബികൾ അടിക്കുന്ന മുസ്ഹഫിലുണ്ടത്. അപ്പൊ ഖുർആൻ ഖത്മ് തീർത്തിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന് ആമീൻ പറയുന്നത് 4000 മലക്കുകളാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഖത്മ് തീർത്ത് ദുആ ചെയ്യുമ്പോൾ ആ ദുആന്റെ അവസാനം മുഖറബായ മലക്ക് ജിബ്രീൽ ആ മനുഷ്യന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകും. ജിബ്രീലിന്റെ ചുംബനം കിട്ടിയാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകും. ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്, ഇതുപോലെ ഞാനിങ്ങനെ ചെയറിലിരിക്കുന്നു. 1 മണിക്കൂർ മുമ്പ് നമ്മുടെ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിറഞ്ഞ സദസ്സിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് ഞാൻ കാണുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുൽത്താനുൽ ഉലമയാണ്. പക്ഷേ സുൽത്താനുൽ ഉലമയുടെ സംസാരം അങ്ങനെ ഒരു കരയിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു പ്രഭാഷണമോ ഒന്നുമല്ല. പക്ഷേ ഖത്മുൽ ഖുർആനല്ലേ, ആ ഖത്മുൽ ഖുർആനിൻ്റെ ദുആക്കല്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എത്തിയത്. അവിടുന്ന് ദുആ ചെയ്ത് 1 or 2 ദുആ ഈ മനുഷ്യനിങ്ങനെ കരയുന്നത് ഞാൻ കാണുകയാ. എന്തേ? മഹാന്മാരായ ആരിഫീങ്ങൾ മുഴുവനും എഴുതി വെച്ചു, ഖുർആൻ ഖത്മ് തീരുമ്പോൾ അതാ ദുആ നടത്തുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അന്ന് ചുംബിച്ചാൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതാണ്. എന്തേ നമുക്ക് കരച്ചിൽ വരാത്തത്? എന്തേ നമുക്ക് കണ്ണുനീര് വരാത്തത്? പലരും കരയുന്നുണ്ടല്ലോ, ചരിത്രത്തിൽ പലരും കരഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ സങ്കടങ്ങൾ വരുന്നുണ്ടല്ലോ. നമുക്കെന്താ വരാത്തത്? അവിടെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത. ഖദ്റിൻ്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലായിക്കത്ത് കൈപിടിച്ചാൽ കിട്ടുന്ന പ്രത്യേകത. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം നെറ്റിയിൽ ഒന്ന് ചുംബിച്ചാൽ കിട്ടുന്ന പ്രത്യേകത. നമ്മുടെയൊക്കെ വീടുകളിൽ, സമീപ വീടുകളിൽ പ്രായം ചെന്ന 60, 70, 80 ഒക്കെ വയസ്സ് പ്രായമുള്ള ഉമ്മമാർ, അവർക്ക് ഈ രൂപത്തിൽ കരച്ചിൽ വരാറുണ്ട്. ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ആയത്തുകളുടെ ആശയം അറിയുന്നത് കൊണ്ടല്ല, അതിൻ്റെ ചരിത്രം അറിയുന്നത് കൊണ്ടല്ല, അത് ഉൾക്കൊള്ളുന്ന ആ ഖുർആനിലെ സന്ദേശങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ടല്ല. ഇത് റബ്ബിൻ്റെ കലാമാ. ആ ഓർത്തിട്ട് മലക്കിൻ്റെ ചുംബനം കിട്ടി എന്ന കാരണമല്ലാതെ ആ കരച്ചിലിന് മറ്റൊരു കാരണവുമില്ല.
80ഉം 85ഉം 90ഉമൊക്കെ വയസ്സ് പ്രായമുള്ള ഉമ്മമാർ ഇങ്ങനെ കരയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലത്തെ ഉപ്പമാര് കരയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഈ ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കരയുകയാണോ? അതിലെ ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് കരയുകയാണോ? അള്ളാഹുവിൻ്റെ വഴീത് ഓർത്ത് കരയുകയാണോ? അല്ല അല്ല, ഈ മലക്കിൻ്റെ ചുംബനം കിട്ടിയതിൻ്റെ അടയാളമാ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയങ്ങളിലും ഖുർആൻ ഓതിയിട്ട് അത് അവസാനിച്ച് നമ്മൾ അതൊന്ന് മടക്കി വയ്ക്കുമ്പോൾ ഒരു പ്രാർത്ഥന വേണം. ഖത്മ് തീരുമ്പോൾ പ്രത്യേകം പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേതൃത്വം, നമ്മുടെ ഉസ്താദുമാർ ഖത്മുൽ ഖുർആനിൻ്റെ പ്രാർത്ഥന വയ്ക്കുന്നത്. രണ്ടാമത് റമദാനിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എപ്പോഴാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അത്താഴ സമയത്തുള്ള പ്രാർത്ഥന. എല്ലാറ്റിനും ഒരു ഹൃദയമുണ്ട്. സമയത്തിൻ്റെ ഹൃദയം അത്താഴ സമയമാണ്. രാവും പകലുമായി ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയാണ്. റമളാനിൻ്റെ രാത്രിയെപ്പറ്റി മഹാനായ ഇബ്നു നബാത്തത്തിൽ മിസ്രി തങ്ങൾ പറഞ്ഞില്ലേ, വലയാലിഹി അൻവറു മിനൽ അയ്യാം. റമളാനിൻ്റെ രാവുകളും പകലുകളുമായി പകലുകളേക്കാൾ പ്രകാശം അതിരാവിനാണ്. ഇസ്ലാമിൽ രാവും പകലുമായി ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയാണ്. മാത്രമല്ല, എല്ലാ കാലത്തും രാത്രി കുറവാണ്, പകൽ കൂടുതലാണ്. അസ്തമിച്ചത് മുതൽക്ക് ഉദയം വരെയുള്ളതിൻ്റെ പേരല്ല മോനെ പകല്, മറിച്ച് അസ്തമിച്ചത് മുതൽ ഫജ്റു സ്വാദിഖ് വരേക്കുമുള്ള സമയമാ രാത്രി എന്ന് പറയുന്നത്. ഫജ്റു സ്വാദിഖ് മുതൽ അസ്തമിക്കുന്നത് വരേക്കും പകലാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും പകലാണ് കൂടുതൽ. ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയാണ്. അള്ളാഹു അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അവൻ്റെ ജമാലും പ്രകടിപ്പിക്കുന്നത് രാത്രി സമയത്താണ്. ഇതുകൊണ്ടാണല്ലോ ഇമാം അബ്ദുൽ വഹാബ് ഷയറാനി തൻ്റെ മീസാനിൽ കുബ്രയിൽ രേഖപ്പെടുത്തിയത് കാണാം. രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ ഉറക്കെയാണ് ഓതാറുള്ളത്. പകൽ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലോ പതുക്കെയാണ് ഓതേണ്ടത്. ജമാഅത്താണെങ്കിലും അല്ലെങ്കിലും പുരുഷന്മാര് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന വിധത്തിലേ പകൽ സമയത്ത് ഓതാൻ പാടുള്ളൂ. രാത്രിയിലോ സ്വന്തം ശരീരം കേൾക്കുന്നതിനേക്കാൾ അപ്പുറം അല്പം ഉറക്കെ ഓതലാണ് സുന്നത്ത്. മഅ്മൂമിങ്ങളുണ്ടെങ്കിൽ അവരും കേൾക്കുന്ന വിധത്തിൽ ഓതലാണ് രാത്രിയിലെ നിസ്കാരം. പകൽ നിസ്കാരമെല്ലാം പതുക്കെയാണ് ഓതേണ്ടത്. അതിനപവാദമാണ് ജുമുഅ നിസ്കാരവും പെരുന്നാൾ നിസ്കാരവും മറ്റു പകലിൽ നടക്കുന്ന ജമാഅത്തുകളൊക്കെ. സൂര്യഗ്രഹണ നിസ്കാരമാണെങ്കിലും മഴയെ തേടി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും പകൽ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളിലും പതുക്കെയാണ് ഓതേണ്ടത്. അതേ സമയത്ത് ജുമുഅയും പെരുന്നാൾ നിസ്കാരവും അത് അല്ലാഹു തആല തൻ്റെ അടിമകളൊക്കെ ഒത്തുകൂടി അള്ളാഹുവിന് തക്ബീർ ചൊല്ലി ആ സന്തോഷത്തിൻ്റെ സമയമായതിനാൽ അവൻ്റെ അടിമകളെ കാണിച്ചു കൊടുത്ത് മലക്കുകളോട് പൊലിമ പറയുന്ന സമയമായതിനാൽ അള്ളാഹുവിൻ്റെ ജമാല് പ്രകടിപ്പിക്കുകയാ. ജമാല് പ്രകടിപ്പിക്കുന്ന സമയമായതുകൊണ്ടാ രാത്രിയിൽ ഉറക്കെ ഓതുന്നത്.
ഉറക്കെ പറയാനപ്പോഴല്ലേ കഴിയൂ. അള്ളാഹുവിൻ്റെ ജലാല് പ്രകടമാകുമ്പോൾ ഒരാൾക്ക് ഉറക്കെ പറയാൻ പറ്റുമോ? ഉറക്കെ പറയാൻ കഴിയോ? അതുകൊണ്ട് രാത്രിയാണ് പുണ്യമായിരിക്കുന്ന സമയം. രാത്രിയിൽ അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സഹർ സമയമാ. അഥവാ രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ ആ മൂന്നാമത്തെ ഭാഗം അസ്തമിച്ചത് മുതൽ ഫജ്ർ സാദിഖ് വരേക്കുമുള്ള സമയം മൂന്നായി ഭാഗിച്ചാൽ ആ മൂന്നാമത്തെ ഭാഗം, അതിനാണ് സഹർ സമയം എന്ന് പറയുന്നത്. അത് സമയത്തിൻ്റെ കൽബാ. എല്ലാ രാത്രി ആ സഹർ സമയത്തും അല്ലാഹു അവൻ്റെ അടിമകളോട് അലാ ഹൽ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിർ ലഹു, പകൽ സമയത്ത് കഥാ തെറ്റുകൾ ചെയ്ത അടിമകളില്ലയോ, പൊറുക്കൽ തേടുന്നവരില്ലയോ, ഞാൻ പൊറുത്തു കൊടുക്കുമല്ലോ. അതാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലയോ, ഞാൻ സുഖപ്പെടുത്തുമല്ലോ. അല്ലാ റിസ്ക് തേടുന്നവർ ഇല്ലയോ, ഞാൻ റിസ്ക് കൊടുക്കുമല്ലോ എന്ന് അല്ലാഹു അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി ഇജാബത്തിന് കാത്തിരിക്കുന്ന സമയമാണ് സഹർ സമയം. അത് റമളാനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ഉള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും, സ്വീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ സമയമാണ്. ഏതായാലും അത്താഴത്തിന് എഴുന്നേൽക്കും. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ഒരു ദുആ നടത്തിയാൽ ഹൃദയത്തിൻ്റെ മരുന്നാണ് ആ സഹർ സമയത്തുള്ള പ്രാർത്ഥന. അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയാണ്. മൂന്നാമത്തൊരു സമയം നിസ്കാരങ്ങൾക്ക് പിറകെയാണ്. ഏത് നിസ്കാരവും നിസ്കാരങ്ങൾക്ക് പിറകിലുള്ള പ്രാർത്ഥന. അല്ലാത്ത സമയത്തും പ്രാർത്ഥനയ്ക്ക് ഇജാബത്താണ്. റമളാനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സമയമാണ് നിസ്കാരങ്ങളുടെ സമയം. നിസ്കരിച്ച പാട് നിങ്ങൾ ഓർത്തു നോക്ക്. അതുകൊണ്ടാ പഴയ കാലം മുതൽക്കേ നമ്മുടെ പൂർവീകരായ ആളുകൾ, നമുക്ക് ദീൻ പകർന്നു തന്നവർ, അവരിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അല്ലാഹുമ്മ അഇത്ഖിനി മിനന്നാർ എന്നതും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ എന്നതും അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി എന്നതും. ഇതെല്ലാം നിസ്കാരത്തിൻ്റെ പിറകെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം അതാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹു സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സമയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ ദുആ ചെയ്യണം. ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഇമാമ് മഅ്മൂമീങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നീട്ടി നിസ്കരിക്കരുത്. നിസ്കാരത്തിൽ നീണ്ട പ്രാർത്ഥന നടത്തരുത്. 3 കൂടുതൽ തസ്ബീഹ് ചൊല്ലരുത്. അത്തഹിയ്യാത്തുവിന് ശേഷം ചൊല്ലുന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലി എന്ന പ്രാർത്ഥന മസീഹുദ്ദജ്ജാൽ വരെ ഒരു ഇമാമ് ചൊല്ലരുത്. ഇമാമ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ്ദജ്ജാൽ. ഇത്രേ പൊതു പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഇമാമ് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം നിസ്കരിക്കാൻ പിറകിൽ വന്ന് നിൽക്കുന്നവരെ കൂട്ടത്തിൽ ദുർബലരുണ്ടാകും, മുട്ടുവേദനിക്കുന്നവരുണ്ടാകും, കൂടുതൽ സമയത്തിരിക്കാൻ പറ്റാത്തവരുണ്ടാകും, പല ആവശ്യങ്ങൾക്ക് പോകേണ്ടവരുണ്ടാകും. അതുകൊണ്ട് അത് വളരെ പെട്ടെന്നായിരിക്കണമെന്ന് പറയുന്നതോടുകൂടെ നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടമായിട്ട് ദുആ ചെയ്യാം, ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യാം, കൂട്ടമായി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒറ്റക്ക് ദുആ ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾ
നമ്മൾ സിയാറത്തിനൊക്കെ പോകുമ്പോൾ മക്ബറയിൽ നേതൃത്വം നൽകുന്ന ഉസ്താദിൻ്റെ പിറകിൽ ഒരു കൂട്ടുപ്രാർത്ഥന നടന്നാൽ പിന്നെയും കാണാം ചില ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ദുആ ചെയ്യുന്നു. അത്തരം ആളുകളെ നിങ്ങൾ പേടിക്കണേ, അവർ സ്വാലിഹീങ്ങളാണേ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരാണേ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളവരാണേ. പ്രാർത്ഥിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുലിഹീന ഫിൽ ദുആ. ചോദിച്ചതന്നെ ചോദിച്ച് പിന്നെയും അത് തന്നെ ചോദിച്ച്. ഇതന്നല്ലേ നമ്മൾ ബദരീങ്ങളാണ്ടിന് ചോദിച്ചത്, അതന്നല്ലേ 21-ാം രാവിന് ചോദിച്ചത്, അതന്നല്ലേ 27-ാം രാവിന് ചോദിച്ചത്, അതന്നല്ലേ 29-ാം രാവിനും ചോദിക്കുന്നത്, ഇതന്നല്ലേ ഇനി പെരുന്നാൾ രാവിനും ചോദിക്കാനുള്ളത്, ഇതന്നല്ലേ അടുത്ത കൊല്ലവും ചോദിക്കാനുള്ളത്. ഇങ്ങനെ വീണ്ടും 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 പ്രാർത്ഥിക്കുന്ന ആളുകളോട് റബ്ബിന് ഇഷ്ടമാ, റബ്ബിന് പൊരുത്തമാ. അങ്ങനെ പ്രാർത്ഥിക്കണം. അത് ഏറ്റവും ഈ പറയപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം 4-മത്തൊരു സമയമുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുബ്ഹാനല്ലാഹ്, നോമ്പ് പിറക്കാൻ ഇഫ്താറിൻ്റെ സമയം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാ. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, കയ്യിൽ കാരക്കയുണ്ട്, ഫ്രൂട്ട്സുകൾ നിരത്തിയിട്ടുണ്ട്. ആ സമയം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് വളരെ പ്രതീക്ഷയുള്ളതാ. അതിൻ്റെ കൂലി എത്രയാ, അതിൻ്റെ സവാബ് എത്രയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സവാബിനൊക്കെ ആവശ്യമുള്ളൊരു സമയമുണ്ട്. അതിനൊക്കെ നമുക്ക് വലിയ ആവശ്യം വരുന്ന ടൈമുണ്ട്. നിങ്ങൾക്കറിയുമോ, അസ്വാദിഖുൽ മസ്തൂക്ക് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സുഹൃതത്തിൻ്റെ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ആഖിറത്തിൽ ഓരോ മനുഷ്യനും ഇതാ എത്രയോ തെണ്ടി നടക്കുകയാണ്. നന്മയും തിന്മയും തൂക്കുന്നൊരു തുലാസുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ തിന്മകൾ തൂക്കി കണക്കാക്കി ഏടുകൾ കൊടുത്ത് വിചാരണ ചെയ്യുന്നത് ആരെയാണ് എന്നറിയുമോ? എല്ലാ മനുഷ്യരെയും അല്ല. എല്ലാ മനുഷ്യർക്കും ഏടുകൾ കൊടുക്കുന്നില്ല. എല്ലാ മനുഷ്യരെയും അല്ലാഹു വിചാരണ ചെയ്യുന്നില്ല. വിചാരണയില്ലാതെ കോടിക്കണക്കിന് ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും പോലെ വിചാരണയില്ലാതെ കോടിക്കണക്കിന് ആളുകളെ അല്ലാഹു നരകത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. നരകം മഹ്ശറിൽ കൊണ്ടുവരപ്പെടുമ്പോൾ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. മഹ്ശറിലേക്ക് അവസാനം കൊണ്ടുവരപ്പെടുന്നത് ജഹന്നമാണ്. ആദ്യം മഹ്ശറിൽ കൊണ്ടുവരുന്നത് സൂര്യനാണ്, പിന്നെ അല്ലാഹുവിൻ്റെ അർശാണ്, പിന്നീട് സ്വർഗം അലങ്കരിക്കപ്പെട്ട് സ്വർഗം കൊണ്ടുവരുന്നു. അമ്പിയാക്കൾക്കുള്ള വലിയ വലിയ ഇരിപ്പിടങ്ങൾ, സിംഹാസനങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ജഹന്നമിനെ കൊണ്ടുവരികയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിൻ്റെ ആ വലിയ പടപ്പാകുന്ന ജഹന്നമിനെ മലക്കുകൾ അയച്ചു കൊണ്ടുവരുമ്പോൾ മലായിക്കത്ത് ചെന്ന് വിളിക്കുമ്പോൾ ജഹന്നം അനങ്ങൂല. ജഹന്നമിന് കാലുകളുണ്ട്, അതിന് തലകളുണ്ട്, ചുണ്ടുകളുണ്ട്, അതിന് കണ്ണുകളുണ്ട്, അതിന് തിരിച്ചറിവുണ്ട്, ബോധമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഖുർആൻ പച്ചക്ക് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാ. വജീഅ യൗമഇദിൻ ബിജഹന്നം, ജഹന്നമിനെ വിളിക്കുമ്പോൾ അനങ്ങുന്നില്ല. മാലിക് അലൈഹിസ്സലാം പറയുന്നു, അത്തിയടി ജഹന്നം, ജഹന്നമേ റബ്ബിന് വഴിപ്പെടുക, റബ്ബ് വിളിക്കുന്നു, സമയമായി. ആ രൂപത്തിൽ ജഹന്നം സടകുടഞ്ഞ്
വരാൻ തയ്യാറാകുമ്പോൾ 70,000 വട്ടക്കണ്ണികൾ കുടുക്കി ഓരോ കണ്ണിയിലും 70,000 മലക്കുകൾ പിടിച്ച് യജുറൂനഹാ. സഹീഹ് മുസ്ലിമിൽ കാണാം, തങ്ങൾ പറയുന്നു, വലിച്ചു കൊണ്ടുവരുന്നു. 10, 12, 20 കിൻഡൽ തൂക്കമുള്ള ജബറൻ പോത്തുകൾ കൊമ്പിന് കയറിട്ടിട്ടുണ്ടാകും, മൂക്കിന് കയറിട്ടിട്ടുണ്ടാകും, കഴുത്തിൽ കയറിട്ടിട്ടുണ്ടാകും. അങ്ങനെ വലിച്ചു കൊണ്ടുവരും പോലെ ഈ ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ ഹബീബ് പറയുന്നു, ആ ജഹന്നമ് മഹ്ശറയിലേക്ക് എത്തുന്നതിൻ്റെ 500 കൊല്ലം മുമ്പ്, ഇനി മഹ്ശറയിലേക്ക് 500 കൊല്ലത്തെ ദൂരമുണ്ട്. അവിടെ എത്തുമ്പോൾ ഈ ജഹന്നമ് കഥാ ജബാനിയത്തിൻ്റെ കൈകളിൽ നിന്ന് ഒന്ന് കൊതറിയിട്ട് ഒന്ന് അലറുകയാ. ആ അലർച്ച കേൾക്കുമ്പോൾ ഫതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ. സൂറത്തുൽ ജാസിയക്കാ പേര് കിട്ടാൻ തന്നെ കാരണം അതാണ്. സർവ ഉമ്മത്തുകളും അമ്പിയാക്കളും പേടിച്ച് മുട്ടുകുത്തിയിരുന്ന് പോയി. ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരുന്ന് പോയി. അമ്പിയാക്കൾ മുഴുവനും അല്ലാഹ് ഉമ്മത്തുകളിൽ മഹാഭൂരിപക്ഷവും നെറ്റി ഭൂമിയിൽ വെച്ചിട്ട് അവർ ചെരിഞ്ഞ് നോക്കുകയാ. ഈ ശബ്ദം കേട്ടതാണ്. ആ മലായിക്കത്ത് വീണ്ടും പിടിച്ചു കൊണ്ടുവരുമ്പോൾ, അങ്ങനെ നരകത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് മഹ്ശറയിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ആ ജഹന്നമിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് പറയുന്നു ജഹന്നം മുത്തുനബിയോട്, ഹബീബേ, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. റബ്ബ് എന്നോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ തങ്ങൾ തടസ്സം നിൽക്കരുത്. എനിക്ക് ചില ആളുകളെ കിട്ടാനുണ്ട്, അവരോട് ചില ബാധ്യതകളുണ്ട്. തങ്ങൾ തടസ്സം നിൽക്കല്ല. സർവാമ്പിയാക്കളും മുട്ടുകുത്തി പൊട്ടിക്കരയുമ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി 136 സ്ഥലത്ത് ഖുർആൻ എടുത്തു പറഞ്ഞ മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, വല്ലാഹി റബ്ബേ ലാ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ബീവി സഫൂറ. അന്ന് ഞാൻ തൗറാത്ത് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയെ അങ്ങ് മറന്നുപോയതാണ്. നിമിഷ നേരം റബ്ബിനെ കണ്ടതിന് ശേഷം പിന്നെ മഹാനായ മൂസാ നബിക്ക് ഈ ഭാര്യയെക്കുറിച്ച് ഓർമ്മയില്ല, തൻ്റെ മക്കളെക്കുറിച്ച് ഓർമ്മയില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം വിജയശ്രീലാളിതനായ സന്ദർഭത്തിൽ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങള് മൂസ നബിനോട് പറഞ്ഞു, മൂസ നബിയെ, നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ? നിങ്ങൾക്കൊരു ഭാര്യ വേണ്ടേ? സുബ്ഹാനല്ലാഹ്, എനിക്ക് വേണ്ട, എനിക്ക് ഭാര്യ വേണ്ട, കല്യാണം വേണ്ട. അള്ളാഹുവിൻ്റെ കലാം കേട്ടതോടുകൂടി ഇതെല്ലാം മറന്നുപോയി. അവസാനം വീണ്ടും വീണ്ടും തൻ്റെ പെങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ, ഫിർഔന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയ കുഞ്ഞിനെ അന്വേഷിച്ചു പോയ പെങ്ങളാണ്. എൻ്റെ കൊച്ചാങ്ങളാ, അങ്ങ് നൈൽ നദിയിലേക്ക് പെട്ടിയിലാക്കി വലിച്ചെറിഞ്ഞ മോനാണ്. ആ മോൻ്റെ വിവരമറിയാൻ തൻ്റെ ഉമ്മ പറഞ്ഞയച്ചതാണ്. ആ പെങ്ങളാണ്, സങ്കടമാണ്. ബഹുമാനപ്പെട്ട മൂസ നബിയോട് 2ഉം 3ഉം തവണ ഈ പെങ്ങള് പറഞ്ഞപ്പോൾ പെങ്ങളെ വാക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടൊരു വാക്ക് ബഹുമാനപ്പെട്ട മൂസ നബി പറഞ്ഞു. ആ കാരണം കൊണ്ട് തൻ്റെ പെങ്ങളെ ശരീരത്തിൽ മുഴുവനും പാണ്ട് രോഗമായി. അത് സുഖപ്പെടാൻ പിന്നീട് മൂസാ നബിയും ഹാറൂൻ നബിയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ദുആ ചെയ്തതാ ചരിത്രത്തിൽ കാണാം. ഇരിക്കട്ടെ,
ആ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, എൻ്റെ പെങ്ങളെപ്പറ്റി റബ്ബേ നിന്നോട് ചോദിക്കുന്നില്ല, എൻ്റെ ഉമ്മയെപ്പറ്റി നിന്നോട് ചോദിക്കുന്നില്ല. വല്ലാഹി ലാ അസ്അലുക ഉമ്മീ ഇല്ലാ നഫ്സീ, എൻ്റെ സ്വന്തം കാര്യമേ നിന്നോട് ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മൂസ നബി ഇരിക്കുകയാണ്, ഈസാ നബി ഇരിക്കുകയാണ്, നൂഹ് നബി ഇരിക്കുകയാണ്, ഇബ്രാഹിം നബി ഇരിക്കുകയാണ്. അപ്പോഴാ അള്ളാന്റെ റസൂൽ അങ്ങ് എഴുന്നേറ്റ് ചെല്ലുന്നത്. ആ സമയത്ത് അർശിന്റെ ഭാഗത്തുനിന്ന് മറുപടി, യാ ജഹന്നം അത്തിയഴി ഹബീബി മുഹമ്മദാ, നിന്റെ ന്യായങ്ങളും വാദങ്ങളൊന്നും പറയണ്ട, എൻ്റെ ഹബീബ് മുത്തുനബിക്ക് വഴങ്ങുക. ഈ ജഹന്നം ഒരാൾക്ക് അനുസരിക്കുന്നുവെങ്കിൽ, വഴങ്ങുന്നുവെങ്കിൽ അത് മുത്തുനബിക്ക് മാത്രമാണ്. അതുകൊണ്ടാ നമ്മൾ ചെല്ലുന്നത് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ, ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയാൻ. അങ്ങനെ ജഹന്നം ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുമ്പോൾ മുസ്ലിമീങ്ങളെ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആൻ, ഒതുവില്ലാത്ത തൊടാത്ത ഖുർആൻ, അശുദ്ധിക്കാരൻ ഓതാൻ പാടില്ലാത്ത ഖുർആൻ, എത്രയും ബഹുമാനം കൽപ്പിക്കുന്ന ഖുർആൻ പറയുന്നു, ഫഇദൻ ശഖ്ഖത്തിസ് സമാഉ ഫകാനത് വറുദത്തൻ കദ്ദിഹാൻ. ഈ മേൽഭാഗത്തുള്ള അതുവരേക്കുമുള്ള നക്ഷത്രങ്ങൾ, ആകാശത്തിൻ്റെ നീലിമയിലുള്ള നക്ഷത്രങ്ങൾ, അതിന് മങ്ങലേൽക്കുന്നത് ആകാശം കൽ മുഹിൽ, അതിങ്ങനെ ഇരുമ്പ് ഉരുകിയിട്ട് താഴേക്ക് ഇറ്റി വീഴാൻ അടുക്കുന്നത് പോലെ ആ ആകാശം ഇങ്ങനെ അത് ഉരുകിയിട്ട് ഇറ്റി വീഴാൻ പ്രകാരം അടുത്തു വരുന്നത് ഈ ജഹന്നമ നരകം അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചത് മുതൽക്കാൻ. ജഹന്നമ് കൊണ്ടുവച്ചപ്പോഴാണ് ഇതിന് കളർ മാറിയത്, അപ്പോഴാ ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശം അണഞ്ഞു പോയത്, അപ്പോഴാ സൂര്യന് മങ്ങലേൽക്കുന്നത്, അപ്പോഴാണ് ആകാശത്തിൻ്റെ നിറം മാറുന്നത്. അത്രയും ഭയങ്കരമായ നരകം ഇതിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് മുത്ത് നബി പറയുന്നു, ഈ ജഹന്നമിന് വലിയൊരു തുമ്പിക്കൈയുണ്ട്, ആ തുമ്പിക്കൈ കൊണ്ട് അതിങ്ങനെ നീട്ടുകയാ. എന്നിട്ട് സർവ കുഫാറുകളെയും സർവ മുശ്രിക്കീങ്ങളെയും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാത്ത, ഈ വിശ്വാസങ്ങളൊന്നുമില്ലാത്ത ആളുകളെ ഒരു വിചാരണയും കൂടാതെ ജഹന്നം അകത്താക്കി നരകത്തിലേക്കിടുന്നു. കോരിയെടുത്ത് JCBക്കിടും പോലെ ഈ ജഹന്നമിലേക്കിടുന്നു. പിന്നെ ബാക്കിയാകുന്നതാരാണ്? വഅമ്മല്ലദീന ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ. നമ്മളെപ്പോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നന്മയും തിന്മയും കൂട്ടിക്കലർത്തി ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, പലിശ വാങ്ങിയിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, പല തിന്മകളും ചെയ്തിട്ടുണ്ട്, ദുൽമ് ചെയ്തിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, പലരെയും ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും കൂട്ടിക്കലർത്തി ചെയ്ത അടിസ്ഥാനപരമായ മുഅ്മിനീങ്ങൾ, അവർക്കാണ് ഏടുകൾ കൊടുക്കുന്നത്, അവരമലുകളാണ് തൂക്കപ്പെടുന്നത്, അവരോടാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. അവരത് കൃത്യമായിട്ട് തൂക്കുന്നൊരു തുലാസുണ്ട്, അത് വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു മയ്യത്ത് മറവ് ചെയ്താൽ ആ മറവ് ചെയ്യപ്പെട്ട മയ്യത്തിൻ്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും നടപ്പുണ്ട്. മിസ്റിലുണ്ട്, ജോർഡാനിലുണ്ട്, എല്ലായിടങ്ങളിലും അതുണ്ട്. അതേ പഴയ കാലം മുതൽക്കേ ഉണ്ട്. തസ്ബീത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ തൽഖീനും ഉണ്ട്, ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നില്ലേ, അന്നൽ മൗത ഹഖ്ഖുൻ വൽ ബഅസ ഹഖ്ഖുൻ വസ്സിറാത്ത ഹഖ്ഖുൻ വൽ മീസാന ഹഖ്ഖുൻ. നമ്മുടെ നന്മയുടെയും തിന്മയുടെയും പ്രതിഫലങ്ങൾ തൂക്കുന്നൊരു തുലാസുണ്ട്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കണം. എപ്പോഴേ നീ മുസ്ലിമാവുന്നുള്ളൂ, അപ്പോഴേ നീ നിസ്കരിക്കേണ്ടത്
നോക്കേണ്ടതുള്ളൂ, അപ്പോഴേ നീ നോമ്പെടുക്കേണ്ടതുള്ളൂ. ആ തുലാസ് നന്മയും തിന്മയും തൂക്കുന്നൊരു തുലാസ്. ആ തുലാസിനെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, അല്ലാ, ആ തുലാസ് ഒന്ന് കാണിച്ചു തരുമോ? ഈ ലോകത്ത് പല തുലാസും കണ്ടിട്ടുണ്ട്. വലിയ വലിയ ചരക്കുകൾ തൂക്കുന്ന തുലാസ്, ലാറിയിലുള്ള ചുമടുകൾ മുഴുവനും തൂക്കുന്ന തുലാസ്, അങ്ങനെ അതേ ഡിജിറ്റൽ തുലാസുകൾ, സ്വർണം തൂക്കുന്ന തുലാസുകൾ, പല തുലാസും കണ്ടിട്ടുണ്ട്. പക്ഷേ നന്മയുടെയും തിന്മയുടെയും പ്രതിഫലങ്ങൾ തൂക്കുന്ന തുലാസ്, ആ തുലാസ് ഒന്ന് കാണിച്ചു തരുമോ? അല്ല ചോദിച്ചു, എന്തിനാ? ഒന്നുമല്ല അല്ലാ, ഈ സൽക്കർമ്മത്തിൻ്റെ തട്ടൊന്ന് നിറയ്ക്കാൻ എനിക്ക് പറ്റുമോന്നറിയാനാണ്, അതൊന്ന് കാണാനാണ്. മഹാനായ ഈസ നബി നിർബന്ധിച്ചപ്പോൾ അല്ല പറയുന്നു, കണ്ണടച്ചോളൂ. എന്നാൽ കണ്ണടച്ചങ്ങ് തുറന്നപ്പോൾ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി, ബോധം കെട്ട് വീണുപോയി. അല്പസമയം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, നിങ്ങൾ കരഞ്ഞതെന്തിനാ? നിങ്ങൾ ബോധം കെട്ടതെന്തിനാ? ഒന്നുമല്ല, ആഖിറു സമാനിലെ മക്കളെ, ഈ നന്മയുടെയും തിന്മയുടെയും പ്രതിഫലങ്ങൾ തൂക്കുന്ന തുലാസ്, ആ തുലാസ് ഞാൻ കണ്ടപ്പോൾ ഈ നന്മയുടെ പ്രതിഫലം തൂക്കുന്ന തുലാസ് ഒന്ന് നിറഞ്ഞു കിട്ടണമല്ലോ എന്നോർത്ത് ബോധം കെട്ടുപോയതാ. ഈ ദുനിയാവ്, ദൃശ്യമായ പ്രപഞ്ചം, ആ 1 ട്രില്യൺ കോടിയാണ്. 1 ട്രില്യൺ കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമാണ്. അതിനാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ പ്രപഞ്ചം 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടിയാണ്. ഈ 1000 കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, അതിലേറ്റവും ചെറുതോ സൗരയൂഥമാണ്. ഈ സൗരയൂഥം സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ്. അങ്ങനത്തെ സൗര ഉൾക്കൊള്ളുന്ന സൗരയൂഥം, മിൽക്കി ഗാലക്സി എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്. നാം മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളില്ലയോ, അത് ഈ സൂര്യനേക്കാൾ എത്രയോ വലുതാണ്. അങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, അതേ ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ഈ തുലാസിൽ വെച്ചാൽ, നന്മയുടെ തുലാസിൽ വെച്ചാൽ, ഒരു ബിരിയാണി ചെമ്പിനകത്ത് 1 കടക് മണിയിട്ടതുപോലെയാണ്. അത്രക്കും വലിയ തുലാസാണ്, അത്രയും വലിയ തുലാസാണ്. അത് സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് നിറക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബോധം കെട്ടതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് നീട്ടി സംസാരിക്കേണ്ട സമയമല്ല, നിർത്തുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മൾ ചെയ്യുന്ന ചില അമലുകളുണ്ട്, ആ അമലുകളുടെ പ്രതിഫലം ഈ തുലാസിൽ തൂക്കുകയില്ല. എന്തേ? അതിന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ അത് ഈ തുലാസിൽ കൊള്ളുകയില്ല. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന 2-3 അമലുകളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അത്ര വലിയ കൂലി കിട്ടുന്ന അമൽ. എല്ലാ ദിവസവും പ്രഭാഷണത്തിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വാങ്ങല, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി, എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി, പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം. അത്രയും കൂലി കിട്ടുന്ന 2-3 സാധനം. സുബ്ഹാനല്ലാഹ്. ആ 3 അമലുകളെയും അള്ളാഹു ആ അമലുകളുടെ പ്രതിഫലം തൂക്കിക്കണക്കാക്കൂല. തൂക്കാത്ത എന്താ? തുലാസ് കൊള്ളാത്തോണ്ട്. അത്രയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് 1, 2, 3 കാര്യങ്ങളാണ് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്നാമത്തെ ഞാൻ ആദ്യം പറയില്ല, മൂന്നാമത് പറയാം. കാരണം എന്നാ പിന്നെ ബാക്കിയുള്ള ഉടനെ ചോളി അറിഞ്ഞാലോ. അത്രയും പ്രതിഫലം കിട്ടുന്ന അമൽ. അതിൽ
ഒന്നാമത്തതല്ല, രണ്ടാമത്തെ അമൽ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഹിദ്മയാണ്. അവനവൻ്റെ മാതാപിതാക്കൾക്ക് ആത്മീയ മാതൃത്വവും പിതൃത്വവും ഉൾക്കൊള്ളുന്ന ഗുരുനാഥന്മാർ, അതുപോലെ നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് ഹേതുകമായ ഉമ്മയും ഉപ്പയും, അവർക്ക് ചെയ്യുന്ന ഹിദ്മാത്ത്, ആ ഹിദ്മാത്തിന് കിട്ടുന്ന പ്രതിഫലം തൂക്കിക്കണക്കാക്കൂല. കാരണം അത് തുലാസിൽ കൊള്ളൂല. മാതാപിതാക്കളുമായിട്ട് അവർക്ക് ഹിദ്മ ചെയ്യാൻ, അവർക്ക് സേവനം ചെയ്യാൻ, അവരെ ഇഷ്ടം സമ്പാദിക്കാൻ, അവരുടെ താല്പര്യത്തിനൊത്ത് നീങ്ങാൻ പ്രയാസമുള്ള എത്രയെത്ര ആളുകളുണ്ട്. പള്ളികളിൽ ചെന്ന് എഴുത്തിക്കാഫിരുന്ന് വിശുദ്ധ ഖുർആനും അതുപോലെ ഖുർആൻ പാരായണവും അതുപോലെയുള്ള സുഹൃതങ്ങളും ചെയ്യുന്നു. പക്ഷേ ഉമ്മയെയും ഉപ്പയെയും ശ്രദ്ധിക്കാത്തവർ, ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കാത്തവർ, അവരോടൊരു നല്ല വാക്കു പറയാത്തവർ, അവരെ സന്തോഷിപ്പിക്കാത്തവർ, അവരുടെ പൊരുത്തം സമ്പാദിക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ ഒരൊറ്റ ഉദാഹരണം? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫലാ തഖുല്ലഹുമാ ഉഫിൻ. ഉദാഹരണത്തിന് ഒരു 10, 80, 85 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മ, 85 or 90 വയസ്സ് പ്രായമുള്ള ഉമ്മ, രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മ, യഥേഷ്ടം എഴുന്നേറ്റ് ഇരിക്കാനും എഴുന്നേറ്റ് നടക്കാനും കഴിയാത്ത ഉമ്മ, കിടന്ന കിടപ്പിലായിട്ട് വാട്ടർ ബെഡിലോ അല്ലെങ്കിൽ ഹെയർ ബെഡിലോ കിടക്കുന്ന ഉമ്മ. ആ ഉമ്മയൊന്നും പ്രയാസത്തില. മക്കളൊക്കെ വരുന്നു, ശുശ്രൂഷിക്കുന്നു. പല മക്കളും നമ്മൾ ഒരുപക്ഷെ ഖാദിയായിരിക്കും, മുദരിസായിരിക്കും, അല്ലെങ്കിൽ കലക്ടറായിരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ആളായിരിക്കും, സാമൂഹ്യ സേവകനായിരിക്കും, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കും. ഉമ്മാൻ്റെ മുമ്പിൽ നീ ഒരു മന്ത്രിയുമല്ല, ഖാദിയുമല്ല, ഇമാമുമല്ല, ആരുമല്ല. ആ ഉമ്മ ഒരു 10-90 വയസ്സുള്ള ഉമ്മക്ക് ആ രോഗശൈലിയിൽ കിടക്കും വയറ്റുന്നു പോകാതെയായി. വയറ്റുന്നു പോയില്ല, ഒരാഴ്ച കാലത്തേക്ക് വയറ്റുന്നു പോയില്ല. അങ്ങനെ ഡോക്ടറെ സമീപിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ചയായി ഉമ്മയ്ക്ക് തീരെ വയറ്റുന്നു പോകുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കണോ, ഒരുപാട് മെഡിസിനുകളും ചികിത്സകളൊക്കെ നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഉമ്മ കിടക്കുന്ന വാട്ടർ ബെഡിലെ അല്ലെങ്കിൽ ഹെയർ ബെഡിലെ ആ ഉമ്മയൊന്ന് കാറ്റിച്ചു, അല്ലെങ്കിൽ ഒന്ന് കാറ്റിച്ചു. സുബ്ഹാനല്ലാഹ്! അതിനുണ്ടാകുന്നൊരു ദുർഗന്ധം ഓർത്തു നോക്കൂ. അതിനുണ്ടാകുന്നൊരു ആ പ്രയാസം നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ മകൻ നല്ല പോലെ അതെല്ലാം ആരെയും കാത്തു നിൽക്കാതെ സ്വന്തം കൈകൊണ്ട് ആ ബെഡിൽ നിന്ന് അതെല്ലാം തുടച്ച് നീക്കി ഒരു പാത്രത്തിലാക്കി അതാ തൊട്ടടുത്തിരിക്കുന്ന ടോയ്ലറ്റിലെ ക്ലോസറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുമ്പോൾ അതിശക്തമായിരിക്കുന്ന ദുർഗന്ധം കൊണ്ട് ആ മകൻ ഒരു ചെറിയ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്റെ മാതാവിനോട് കടപ്പാട് വീട്ടിയിട്ടില്ല. ഫലാ തഖുല്ലഹുമാ ഉഫിൻ എന്ന ആയത്തിന് വഴിപ്പെട്ടിട്ടില്ല. ഇതുപോലെ എത്ര തവണ നിന്റെ കാട്ടവും മൂത്രവും കയ്യിലെടുത്ത് വൃത്തിയാക്കി നിന്റെ ഉമ്മ നിന്നോട് അറപ്പ് കാണിച്ചിട്ടില്ല. കല്യാണത്തിന് പോയ സന്ദർഭത്തിൽ കൂട്ടുകാരോടൊന്നിച്ച് ബന്ധുക്കളോടൊന്നിച്ച് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മയുടെ തോളിലിരുന്നു കൊണ്ട് അപ്പിയിട്ട സമയത്ത് നിന്നെ താഴേക്ക് എടുത്തെറിഞ്ഞിട്ടില്ല. ആ ഭക്ഷണത്തിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയ ഉമ്മ നിന്നെ നന്നപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം നിന്റെ മുഖത്തൊരു ചുംബനം തരികയാ ചെയ്തത്. ആ ഉമ്മയോട് നീ കാണിക്കുന്ന ഒരൊറ്റ നേരം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ എന്ന ആയത്തിന് നീ വഴിപ്പെട്ടിട്ടില്ല. നീ ഉമ്മയോട് ബാധ്യത തീർത്തവനല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന പ്രയാസമില്ല. ഈ കൊടും ചൂടത്ത് ഇതുപോലെ നോമ്പെടുക്കുന്ന പ്രയാസമില്ല. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സ്വാന്തന വാക്കുകൾ പറഞ്ഞ് ഉമ്മയൊന്ന് തലോടിക്കൊടുത്ത് ഉമ്മയുടെ മടിത്തട്ടിലൊന്ന് കിടന്ന് ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അത് തൂക്കാൻ പറ്റിയ തുലാസ് ആഖിറത്തിലില്ല എന്നാ പറയുന്നത്.
അതിൻ്റെ പ്രതിഫലം തൂക്കാൻ പറ്റുന്ന തുലാസ്, സൽക്കർമ്മം കൊണ്ട് നിറക്കണം ആ തുലാസ്. ഞാനൊക്കെ മുമ്പ് ഈ ചാലിയപ്പുറം പള്ളി വെച്ച് ഇങ്ങനെ റിയാദുസ്സാലിന് ഓതിയപ്പോൾ ഉപ്പ അല്ലാഹു തആല വലിയ ദറജ കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, അന്ന് ഭക്ഷണം തന്ന ഒരുപാട് ഉപ്പമാർ മരിച്ചുപോയി, അല്ലാഹു തആല അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാവട്ടെ, ഉമ്മമാർ മരിച്ചുപോയി, അവർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, രോഗബാധിതരാണ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പം അന്നൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനിൽ മീസാൻ, സഹീൽ ബുഖാരിൻ്റെ ഹദീസ. സുബ്ഹാനല്ലാഹ് എന്ന വാക്കും അൽഹംദുലില്ലാഹ് എന്ന വാക്കും തംലആനിൽ മീസാൻ, മീസാൻ നിറക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഈ പറഞ്ഞത്? അപ്പം നമുക്ക് ചോദിക്കാനൊരു പരിധി ഉണ്ടല്ലോ, അങ്ങനെ ഞാനെല്ലാം ചോദിക്കുന്ന ആളാ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനിൽ മീസാൻ. അതാണ് നമ്മൾ നിസ്കാരത്തിലല്ലേ ഈഴ്ത്തിദാലിൽ പറയും, റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. ആകാശം നിറയെ സ്തുതി, ഭൂമി നിറയെ സ്തുതി, അതിനപ്പുറത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നിറയെ സ്തുതി. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ചില സ്തുതിക്ക് കിട്ടുന്ന കൂലിയാണാ പറയുന്നത്. അത്രയും നിറക്കാൻ മാത്രം പ്രതിഫലത്തിൻ്റെ സ്തുതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ മീസാനെന്ന തുലാസിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും പുണ്യപ്പെട്ട അമലാണ് തൻ്റെ മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യുന്നത്. മുസ്ലിം ഉമ്മത്തറിയാൻ, സഹോദരങ്ങൾ അറിയാൻ, സഹോദരിമാരറിയാൻ ഞാൻ പറയുന്നു, അവനവൻ്റെ മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്തേക്കണം, ഇഹ്സാൻ ചെയ്തേക്കണം. ഞാനത് വിഷയം മാറ്റുന്നില്ല. അതുപോലെ മറ്റൊരു അമലുണ്ട്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നൊരു അമൽ. സുബ്ഹാനല്ലാഹ് തൂക്കൂല, തൂക്കാൻ കഴിയില്ല. ഒളുവിനെ പറ്റി വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞത് ഒരു സ്ഥലത്താണ്, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഒരു സ്ഥലത്താണ്. നോമ്പിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു സ്ഥലത്താണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അല്ലദീന മിൻ ഖബ്ലിക്കും. ഹജ്ജിനെ പറ്റി പറഞ്ഞത് ഒരു സ്ഥലത്താണ്. എന്നാൽ നിങ്ങൾ കേൾക്കണം 126 സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതെന്താ? ക്ഷമ, 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 ക്ഷമിക്കണം, ക്ഷമിക്കണം. ക്ഷമ എന്ന ആ അമലിന് കൂലിയില്ല, ആ കൂലി തൂക്കാൻ കഴിയില്ല. ആകെ നമുക്കുള്ള പ്രശ്നത്തല്ലേ, ക്ഷമിക്കാൻ കഴിയൂല. ഒന്നെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം നിറച്ചോകട്ടെ, ക്ഷമിക്കൂല. കണ്ടുകൊണ്ടിട്ടോ നിസ്കാരത്തിന് സെഫ് കെട്ടുമ്പോൾ അറിയാണ്ട് കാൽമ ചോട്ടി എന്താ, അപ്പം പ്രശ്നമായി, ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഘനപ്പെട്ട പ്രതിഫലം കിട്ടുന്ന, മീസാനിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് മക്കളെ ക്ഷമ. ആ ക്ഷമിക്കുന്നവരാവണം നാം. നോമ്പിനെ പറ്റി പറഞ്ഞത് അങ്ങനല്ലേ? നോമ്പ് ക്ഷമയാണ്, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. ഹദീസ് അങ്ങനെയല്ലേ? നോമ്പ് പറഞ്ഞ ക്ഷമ, ഭക്ഷണത്തെ തൊട്ട് ക്ഷമിക്കുക. അള്ളാഹ് അങ്ങനെയാണ് ഇതൊക്കെ കണക്കാക്കി വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അമൽ നമ്മൾ അല്ലാഹു തആല നമ്മളൊരു അമൽ സ്വീകരിച്ചാൽ അതിൻ്റെ അടയാളം എന്താണ്? സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹാ, അതിനുശേഷം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. 30 നോമ്പ് നമ്മൾ റമദാൻ മാസത്തിൽ നോറ്റി ആ നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം ആറോൽ പോൽക്കാൻ കഴിയുന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹു തആല 36 നോമ്പ് നിർബന്ധമാക്കിയാൽ പോരേനോ? ഇന്ന് എല്ലാവരും തോൽക്കൂലേ? 30 നോമ്പ് നിർബന്ധമാക്കിയ അള്ളാഹു തആല 36 നോമ്പാണ് നിർബന്ധമാക്കിയതെങ്കിൽ എല്ലാവരും തോൽക്കൂലായിരുന്നോ? പിന്നെ ഇതെന്താ? ഈ 30 നോമ്പ് അള്ളാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്തതിൻ്റെ അടയാളമാണ് ബാക്കിയുള്ള 6 പോൽക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതൊരു സൽക്കർമ്മവും സ്വീകരിച്ചാൽ, അള്ളാഹു സ്വീകരിച്ചാൽ അതിനുശേഷം ആ സൽക്കർമ്മം ആവർത്തിക്കാൻ തോന്നും, ആവർത്തിക്കാൻ തൗഫീക്ക് കിട്ടും, ആവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മളെ നോമ്പ്. ഒരു ഖുർആൻ നമ്മൾ ഇതുവരെ ഖുർആൻ ഓതി, ആ ഖുർആൻ അല്ലാഹു തആല നമ്മിൽ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അടുത്ത ഖുർആൻ ഓതാൻ കഴിയും. അതുകൊണ്ടല്ലേ ഖത്മ് തീർക്കുന്ന സമയത്ത് നാസ് ഓതി കഴിഞ്ഞാൽ അപ്പം തന്നെ കാണാം അൽ ബഖറ കുറച്ച് ഓതിയേക്കണേ. അതെന്തിനാ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം.
നമ്മളിങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരാ, അത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ, എവിടെയാണ് തകരാറ് സംഭവിക്കുന്നത് എന്ന് ഓർത്തു നോക്കണം. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ ആ സൽക്കർമ്മം വീണ്ടും ആവർത്തിക്കപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെള്ളിയാഴ്ച നമ്മളൊക്കെ ജുമാക്ക് പോലെ ദൂരസ്കാരത്തിന് എന്താ ജമാഅത്തിന് വരാച്ചാ, അത് സാധിക്കൂലട്ടാ, കച്ചവടത്തിൻ്റെ തിരക്കാ, ജോലി തിരക്കാ, സ്കൂളിൽ നിന്ന് വരാൻ കഴിയില്ല, അങ്ങനെയാണ്, പ്രശ്നമാണ്, മറ്റതാണ് മറിച്ചതാണ്. എന്നാ പിന്നെ വെള്ളിയാഴ്ച ഒന്നുമില്ലേ? വെള്ളിയാഴ്ച എന്താ അന്ന് കച്ചവടല്ലേ? അപ്പം അത് വാജിബായത് കൊണ്ട്. അപ്പം അള്ളാഹു തആല അവിടെ പറഞ്ഞാ നിന്നെ കൊണ്ട് പറ്റും, എനിക്ക് മനസ്സിലായല്ല. 30 ദിവസം നോമ്പ് നോറ്റപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയും, നിനക്ക് ക്ഷമിക്കാൻ കഴിയും, നിന്റെ സ്വന്തം ഭാര്യയിലേക്ക് നോക്കാതിരിക്കാൻ പറ്റും, നിന്റെ സ്വന്തം വീട്ടിലെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും, എത്ര ദാഹിച്ചാലും എത്ര വിശന്നാലും അതെല്ലാം മാറ്റി നിർത്തി ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റും എന്ന് ഞാൻ തെളിയിച്ചില്ലേ, അതുകൊണ്ട് ചെയ്യടാന്നാണ്. ഇതാ നോമ്പിൻ്റെ ഹിക്മത്ത്. വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ലേ, വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ, വീട്ടിൽ ഭാര്യ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടൊക്കെ നീ ക്ഷമിച്ചില്ലേ, അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ക്ഷമ, നല്ല ക്ഷമ നമുക്ക് വേണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂന്നാമത്തൊരു അമലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ അമലിൻ്റെ പ്രതിഫലം മീസാനിൽ ഉൾക്കൊള്ളുകയില്ല, അത് മീസാനിലൊട്ട് തൂക്കുകയുമില്ല. അത്രയ്ക്കും പുണ്യപ്പെട്ടൊരമലാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന, ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന പ്രയാസമില്ല, ഉംറക്ക് പോകുന്ന പ്രയാസമില്ല, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്ന പ്രയാസമില്ല, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന പ്രയാസമില്ല, ആയിരങ്ങളും അതിനപ്പുറവും ധർമ്മം കൊടുക്കുന്ന സാമ്പത്തികമായ പ്രയാസമില്ല. ആർക്കും ചെയ്യാം, ഏത് മുഅ്മിനിനും ചെയ്യാം, ഏത് മുഅ്മിനത്തിനും ചെയ്യാം, ആർക്കും അത് കരസ്ഥമാക്കാം. അത്ര വലിയൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം കിട്ടുന്ന അമലേതാണെന്നറിയുമോ? 28 നോമ്പ് നോറ്റ് 29ാമത്തെ നോമ്പിന് നിയ്യത്ത് ചെയ്ത് കാത്തിരിക്കുന്നവരാണു നാം. വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് തീർത്ത് ദുആക്ക് കാത്തിരിക്കുന്നവരാണു നാം. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഈ റമദാൻ 1 മുതൽക്ക് ഇതുവരെ എത്ര ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടോ, ആ എണ്ണം അത്രയും നരകത്തിൽ നിന്ന് കുറ്റവാളികളെ മോചിപ്പിക്കപ്പെടുന്ന രാത്രിയെ പ്രതീക്ഷിച്ച് ഒരുമിച്ച് കൂടിയവരാണു നാം. നന്നാവാൻ വന്നവരാണു നാം. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത ആ നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ, മോചനം ലഭിക്കാൻ വേണ്ടി വന്നവരാണു നാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, നരകത്തിൽ നിന്നുള്ള മോചനം ആഖിറുഹൈതുക്കും മിനന്നാർ. ഇല്ല, ഈ നരകം ക്ഷമിക്കാൻ കഴിയില്ല, ഈ നരകം ഓർക്കാൻ കഴിയില്ല. അല്ലാഹ് സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ എന്നല്ല, ഈ ദുനിയാവിലുള്ളത് മുഴുവനും ഒരാളുടേതാണെങ്കിൽ അത് മുഴുവനും കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം നേടാൻ ആരും ആഗ്രഹിച്ചു പോകുന്ന നരകം. വലോ യഫ്തദീ, എൻ്റെ മക്കളെ കൊടുത്തെങ്കിലോ, എൻ്റെ ഭാര്യയെ കൊടുത്തെങ്കിലോ, എൻ്റെ മാതാപിതാക്കളെ കൊടുത്തെങ്കിലോ, അല്ലാ, നമ്മിൽ പലർക്കും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ടാകുമല്ലോ. എനിക്കും ഉണ്ടൊരു പൊന്നുമോൾ. ആ പൊന്നുമോളെ എത്ര താലോലിച്ച് വളർത്തുന്നു. ഈ പൊന്നുമോളെ ഒന്ന് കൊടുത്തെങ്കിലോ
എന്നിട്ട് ഈ നരകത്തിൽ നിന്ന് മോചനം നേടിയെങ്കിലോ എന്നാരും ആഗ്രഹിച്ചു പോകുന്ന ഒരു നരകമില്ലേ? അങ്ങനത്തെ ഒരു ദിവസമില്ലേ? അല്ലാ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പഴുതുകളും മുത്തുനബി അതിനൊരുപാട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അവസാനം നരകത്തിൻ്റെ മീതെ കൂരിരുട്ടുള്ള നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ചുറ്റും ഒരുപാട് കൊക്കകളുണ്ട്. ആ കൊക്കകളെ കൊണ്ട് കൊളുത്തി വലിക്കപ്പെടുന്നുണ്ട്. 15,000 കൊല്ലം കൊണ്ട് ആ പാലത്തിൽ കൂടി നമുക്ക് അക്കരെ കടക്കാനുണ്ട്. ആ പാലം കഴിഞ്ഞിട്ട് വീണ്ടും 2 കടമ്പകളുണ്ട്. അല്ലാ, അങ്ങനത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൽക്കർമ്മങ്ങൾ ഒരു മിനിങ് കൂടി കിട്ടാൻ നന്മയും തിന്മയും തൂക്കിയപ്പോ ഒരു ചെറിയ മിനിങ്ങിൻ്റെ കുറവ് വന്നപ്പോ അപ്പോഴേക്ക് വിളിച്ചു പറയുന്നു ശഖിയ ഫുലാൻ, ഇന്നാലിന്നവൻ പരാജയപ്പെട്ടു. പറഞ്ഞു തീരുമ്പോഴേക്ക് ഇടത്തും വലത്തും നിൽക്കുന്ന നമ്മുടെ റഖീബ് അതീദ് ഈ 2 കൈകൾ കഥാ പരസ്പരം ബന്ധിപ്പിച്ച് താടിയെല്ലിൻ്റെ താഴ്ഭാഗത്തോട് കഴുത്ത് ചേർക്കി കുരുക്കിട്ട് മാറ്റി നിർത്തുകയാ. ആ സമയത്ത് ഏത് മനുഷ്യനും ചിന്തിക്കുന്നു, അല്ലാ, ഒരു ചെറിയ മിനിങ്ങിൻ്റെ കുറവല്ലേ ഉള്ളൂ, ഒരു ചെറിയ കുറവല്ലേ ഉള്ളൂ. ഒന്നുകൂടി തൂക്കിയാൽ ഒരു റീപോളിംഗ് നടന്നാൽ രക്ഷപ്പെടുമോ? അല്ലാ, ആദം നബി അലൈഹിസ്സലാം ഓടിച്ചെന്ന് മുത്തുനബിയോട് പറയുന്നു, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടൊരു പാവപ്പെട്ട മുഅ്മിനിന് ഒരു മിനിങ് സൽക്കർമ്മത്തിൻ്റെ കുറവാ. ഒന്നുകൂടി അത് തൂക്കിയാൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയാ. തങ്ങളൊന്ന് പറയുമോ? അന്ന് തങ്ങൾക്ക് വലിയ തിരക്കുള്ള ദിവസമല്ലേ? തങ്ങളോടി വന്ന് മലായിക്കത്തിനോട് കണ്ട് കൈകൾ കഴുത്തിൽ കുരുക്കിയിട്ട് മാറ്റി നിർത്തപ്പെട്ട കുറ്റവാളിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന റഖീബ് അതീദ് ഹബീബ് രണ്ടാമതും ഒന്ന് തൂക്കാൻ വേണ്ടി പറയുമ്പോൾ രണ്ടാമത് വീണ്ടും അമലുകൾ തൂക്കപ്പെടുമ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ ഒരുപാട് തെറ്റുകൾ അവന് ഭാരം തൂങ്ങുകയാ. അതേ, നന്മ കുറഞ്ഞു പോവുകയാ. ഉദാരനായ റഊഫായ റഹീമായ അല്ലാഹ് പറയുന്നു, മോനെ, ഈ മശ്ശറയിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്, ആരെങ്കിലും തരുമോ? ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം തരുമോ? നിന്നെ സഹായിക്കുമോ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു 2 മാസത്തെ വൈദൂരമുള്ള അതേ ശാമിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് തങ്ങളിൽ നിന്ന് ഹദീസ് കേൾക്കാൻ പോയതാ. അങ്ങനെ കേട്ടതാ. ഒരു ഹദീസ് നേരിട്ടു കേൾക്കാൻ 2 മാസം യാത്ര ചെയ്തതാ. ആ ഹദീസ് ഇതാ, ചെന്ന് നോക്ക്, ആരെങ്കിലും തരുമോ? ആരും തരില്ല. ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം തരില്ല. ആരും കൊടുക്കുന്നില്ല.
അപ്പോഴാണ് ഒരാൾ പറയുന്നത്, മോനെ നീ എന്താണ് അന്വേഷിക്കുന്നത്? ഞാൻ മഹാപാപിയാ, കുറ്റവാളിയാ, നരകത്തിലേക്കുള്ളവനാ. നിനക്കൊരു മിനിങ്ങിൻ്റെ കുറവല്ലേ ഉള്ളൂ. എൻ്റെ അടുത്തുള്ളൊരു ചെറിയ സുഹൃതമുണ്ട്, നീ അങ്ങെടുത്തോ. അതുമായിട്ട് റബ്ബിൻ്റെ അടുത്ത് ഓടിച്ചെല്ലുകയാ, റബ്ബിനോട് പറയുകയാ, ആരാ നിനക്ക് ഇത്രയും വലിയ ഔദാര്യം തന്നത്? രണ്ടുപേരെയും റബ്ബ് സ്വർഗത്തിൽ കടത്തുകയാ, രക്ഷപ്പെടുത്തുകയാ. ഹദീസിൽ വന്നതാ, ആഖിറം പഠിപ്പിച്ച മുത്തുനബി നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നതാ. മക്കളെ, അതുകൊണ്ട് അന്ന് തൂക്കപ്പെടാത്ത അമലേതാണെന്നറിയുമോ? നീയും ഒരു മുഅ്മിനായ സഹോദരനും അല്ലെങ്കിൽ മുഅ്മിനത്തായൊരു സഹോദരിയും ഏതെങ്കിലും ഒരു മുഅ്മിനുമായിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, കുശുമ്പുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു കൊടുത്താൽ, അവനോട് ചെന്ന് നീ അങ്ങോട്ട് ചെന്നിട്ട് ഒരു സലാം പറഞ്ഞ് ലോഹ്യം പറഞ്ഞാൽ, നിന്റെ ഭാഗം ക്ലിയറാക്കിയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം അത് തൂക്കുകയില്ല. അവൻ്റെ കയ്യിലാണ് സർവ്വതെറ്റും, അവൻ്റെ ഭാഗത്താണ് സർവ്വതെറ്റും. നിന്റെ അടുത്തൊരു തെറ്റുമില്ല, നീ നിരപരാധിയാണ്. പക്ഷേ പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം ലോഹ്യമില്ല, പരസ്പരം പിണക്കത്തില്ല. ജേഷ്ഠാനുജന്മാർ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, അയൽവാസികൾ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, പലരും പിണങ്ങി നിൽക്കുന്നവരുണ്ട്, നാത്തൂനും പിണങ്ങി നിൽക്കുന്നവരുണ്ട്, അമ്മായിമ്മയും മരുമകളും പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ പലരുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ഹൃദയമൊന്ന് നന്നാവാൻ 28 നോമ്പും അനുഷ്ഠിച്ചിട്ടുണ്ട്, 29ാമത്തതിന് നീയത്തും ചെയ്തിട്ടുണ്ട്, ഖുർആൻ പരമാവധി ഓതിയിട്ടുണ്ട്, കഴിയുന്ന പോലെയൊക്കെ ധർമ്മം കൊടുത്തിട്ടുണ്ട്, നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, വഅദെല്ലാം കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ നിന്ന് കുശുമ്പ് പോയിട്ടില്ല, പിണക്കം തീർന്നിട്ടില്ല, വിരോധം പോയിട്ടില്ല. മോനെ, ഏത് ഖദറാ നീ പ്രതീക്ഷിച്ചത്? ഏത് റബ്ബിൻ്റെ ഇജാബത്താ നീ പ്രതീക്ഷിക്കുന്നത്? ഏത് സ്വർഗമാ നീ ചോദിക്കുന്നത്? പറയുന്നതിൽ എന്തർത്ഥമാ? ദുആ ചെയ്യുന്നതിൽ എന്തർത്ഥമാ? അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത് തൂക്കപ്പെടാത്ത അമലാണ്. ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവനോട് അങ്ങോട്ട് ചെന്ന് നന്നാവുക, സലാം പറയുക. സലാം പറഞ്ഞ് നിർത്തുകയല്ല, കൈപിടിച്ച് നിർത്തുകയല്ല, നിന്റെ മനസ്സിന്ന് ആ വെറുപ്പങ്ങ് പാടേ നീക്കുക. പാടേ അവനോടുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും കുശുമ്പും അസൂയയും പോരും. നീ ഒന്ന് മാറ്റിവെച്ചോ, ആ നാളെ മീസാനിൽ കൊള്ളാത്ത പ്രതിഫലം കിട്ടുന്ന അമലാണെന്ന് മുത്തുനബി പറഞ്ഞതാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മ നന്നാക്കി തരട്ടെ, കൽബല്ല ശുദ്ധിയാക്കി തരട്ടെ, ഈമാൻ അല്ലാഹ് ഏറ്റിത്തരട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തി തരട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹ്
ഇതെല്ലാം പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നു, ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് തന്നു, കേൾക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നു, നിന്റെ പള്ളിയിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തന്നു, ഈ വിശുദ്ധ രാത്രിയിൽ ഇവിടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തന്നു. ഇതിനെല്ലാം തൗഫീഖ് നൽകിയ അല്ലാ, നീ ഒന്ന് കബൂലാക്ക് അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇജാബത്തുള്ള മജ്ലിസിൽ ഈ മജ്ലിസ് നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. അറിയില്ല റബ്ബേ ഞങ്ങൾക്ക് നിന്റെ ജലാല്, അറിയില്ല റബ്ബേ ഞങ്ങൾക്ക് നിന്റെ ജമാല്, അറിയില്ല റബ്ബേ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് നിന്റെ കൽപ്പനകളും നിരോധാജ്ഞകളും ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രമെങ്കിലും ഞങ്ങൾക്ക് മഅരിഫത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഇൽമ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ തങ്ങളപ്പ നേരത്തെ ഇവിടെ വന്ന് മറ്റൊരു പരിപാടിക്ക് പോയതാണ്. അതുകൊണ്ട് ലുക്മാൻ ഉസ്താദ് തന്നെ ദുആക്ക് നേതൃത്വം നൽകുന്നു. നമ്മൾ പ്രധാനമായും ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ച പല ആളുകളുണ്ട്. അതിൽ ഒന്ന് നമ്മളിപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യസ്പർശം യതീം സംരക്ഷണ പദ്ധതി, അതിലേക്ക് വലിയ സംഭാവനകൾ തന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരെ പേര് ഇപ്പം പറയുന്നില്ല. ഇൻഷാല്ലാഹ് ആദ്യം മുഖദ്ദിമയിൽ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ പദ്ധതിയിൽ സഹകരിച്ച ആളുകൾക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യണം. അതേപോലെ നമ്മുടെ ഈ പള്ളി നിർമ്മിച്ച മുതൽ, അതുപോലെ ഈ സ്ഥാപനം എല്ലാം ആളുകളോട് ക്യാഷ് വാങ്ങിയിട്ട് പിരിവെടുത്തുണ്ടാക്കിയ സ്ഥാപനമാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽക്ക് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച പല ആളുകളുണ്ട്. ഇപ്പോൾ അവസാനത്തിൽ കറണ്ട് ചാർജ് കഴിഞ്ഞ ഉസ്താദിൻ്റെ പരിപാടിയിൽ 1 വർഷത്തേക്കുള്ള കറണ്ട് ചാർജ് ഓരോരുത്തർ ഏറ്റെടുത്തിരുന്നു. എല്ലാ ആളുകളും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ റമദാനിലെ കറണ്ട് ചാർജ് 8,910 രൂപ. നമ്മളെ സദസ്സിലുണ്ട് സഫീർ എന്ന് പറയുന്ന, ഇവിടെ എല്ലാ ജമാഅത്തിലും എല്ലാ സമയത്തും ഉണ്ടാകുന്ന ആളാണ്. ആ കറണ്ടിൻ്റെ ചാർജ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഫാരിസ് ബാവ മമത ബീരാനജിയുടെ മോന് 1 മാസത്തെ കറണ്ട് ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ബാക്കിയുള്ള ഒരു 10 മാസത്തെ കറണ്ട് ചാർജ് കൂടെ നമുക്ക് ഉണ്ടാവണം അടുത്ത റമദാൻ വരെയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാഹ്. പിന്നെ പല സംഘങ്ങളും ഉപ്പ മരണപ്പെട്ടു പോയ ആൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പമാർക്ക് സുഖമില്ലാതെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ 91 വയസ്സായ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ഉപ്പ നല്ല ആരോഗ്യവാനാണ്. ആ ആരോഗ്യത്തിൽ തന്നെ പ്രയാസങ്ങളൊന്നുമില്ല, മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ കൊടുത്ത് അയച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ മരണപ്പെട്ടു പോയ ജ്യേഷ്ഠനെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട്. ഇങ്ങനെയുള്ള അതേപോലെ ഈ കാരുണ്യസ്പർശം പദ്ധതിയിലേക്ക് 3,114 രൂപ ഒരു സഹോദരി കളക്ഷൻ എടുത്ത് കൊടുത്തയച്ചു. അതിലവർ പ്രത്യേകം പറഞ്ഞത് ഉംറയ്ക്ക് പോകുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം, മകന് നല്ല ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകാൻ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പല വസിയത്തുകളും ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറഞ്ഞ് ഏൽപ്പിച്ച ആളുകളുണ്ട്. ആ വസിയത്തുകളൊക്കെ അതാത് സമയത്ത് തന്നെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദിനെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ദുആ നടത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഇജാബത്തുള്ള സദസ്സായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ചെറുപ്പം മുതൽക്കുള്ള സ്നേഹിതന്മാരാണ്. മർക്കസിൽ പഠിക്കുന്ന കാലം മുതൽക്ക് റുഹ്മാൻ ഹക്കീം സഖാഫി ചെറുപ്പത്തിലേ മർക്കസ് പോയ ആളല്ല, തഹസ്സുസിനോ അല്ലെങ്കിൽ മുത്തവലിനോ പോയ ആളല്ല, ചെറുപ്പകാലത്തെ മർക്കസിൽ പഠിക്കാൻ പോയ ആളാണ്. അന്ന് മുതൽക്കുള്ള ബന്ധമാണ്, നല്ല ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലൊക്കെ വരുന്നത്. CM ഉസ്താദ് അതേപോലെ ചാലിയപ്പുറത്ത് മുമ്പ് നൂതനകാലം അന്ന് മുതൽക്ക് ബന്ധമുള്ള ആളാണ്. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളുള്ള ഒരു സ്നേഹ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അല്ലാഹു തആല ആ ബന്ധങ്ങളൊക്കെ നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ് നേതൃത്വം കൊടുത്തുകൊണ്ട് ദ്വാരക്കും. അല്ലാഹു തആല നമ്മെ കബൂലാക്കട്ടെ. ആമീൻ. ഇല്ല, ഫുള്ളാവണം ഇൻഷാ അല്ലാഹ്. 6,200 രൂപയാണ് ഒരു ആവറേജ് കറണ്ട് ചാർജ് വരുന്നത് ഒരു മാസത്തേക്ക്.
അതിലൊരു മാസം അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അസീസ് ഹാജി നിങ്ങളെ നന്മയിലേക്ക് മുൻകടക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുത്തെ അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ അഹ്ലു ബൈത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ ആശിഖീങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അർവാഹുകളെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളാക്കിയ ഞങ്ങളെ മശായിഖുമാരെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു. ഇതുവരേക്കും ഞങ്ങൾ പറഞ്ഞ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു. ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും നിസ്കരിച്ചതും ഇതുവരെ നിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഇരുന്നതും കുറ്റമറ്റ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഉയർത്തിയ കൈകൾ നീ ഖായിബാക്കി മടക്കല്ല റബ്ബേ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആയിരം തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ ചെയ്ത കൈകളാണ് ഉയർത്തിയതെന്നറിയാം. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് കയ്യും കണക്കുമില്ലെന്നറിയാം. റബ്ബാകുന്ന നീ നിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് പൊറുത്തു തരണേ അല്ലാ. 100 ആളുകളെ കൊന്ന് സെഞ്ചറി തീർത്ത മനുഷ്യന് വീണ്ടും തൗബ ചെയ്യാനും പാപം പൊറുക്കാനും നീയല്ല റബ്ബേ തോന്നിപ്പിച്ചു കൊടുത്തത്, നീയല്ല റബ്ബേ തൗബ സ്വീകരിച്ചത്, നീയല്ല റബ്ബേ അതിന് കളമൊരുക്കിയത്. പാപികളായ ദോഷികളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഈ വിശുദ്ധ റമളാൻ പൊറുക്കാണെങ്കിൽ പൊറുക്കേണ്ട മാസമാ, നന്നാകുന്നവർക്ക് നന്നാവാനുള്ള മാസമാ. ഈ വിശുദ്ധ റമളാൻ മാസത്തിലെങ്കിലും ഞങ്ങളെ പാപം പൊറുത്തില്ലെങ്കിൽ, ഞങ്ങളെ നന്നാക്കിയിട്ടില്ലെങ്കിൽ, നേർവഴിയിൽ കൂടെ ഞങ്ങളെ വഴി നടത്തിയിട്ടില്ലെങ്കിൽ ഏത് റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യും? ആരോട് ഞങ്ങൾ പൊറുക്കൽ തേടും? ആര് ഞങ്ങളെ ഹിദായത്തിലെത്തിക്കും? നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, റഅഫത്ത് കൊണ്ട് ഞങ്ങളെ നീ നേർവഴിയിൽ വഴി നടത്തി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ, മശായിഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, കുടുംബങ്ങൾ, പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, പലതും നൽകി ഞങ്ങൾക്ക് പ്രചോദനം നൽകിയവർ, അല്ലാ, ഞങ്ങൾ നിന്റെ ദീനിൻ്റെ ഖാദിമുകളാണെന്ന് കരുതി ഞങ്ങളെ സ്നേഹിച്ചവർ, ഒത്താശ ചെയ്തവർ, എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പാപം പൊറുത്തു തരണേ അല്ലാ. നിന്റെ സൽജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഖൽബ് നന്നാക്കി തരണേ അല്ലാ. നാളെ നിന്റെ അടുത്ത് വെളിവാക്കപ്പെടാൻ പറ്റുന്ന ഈമാന് സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടുത്തുപോയി റബ്ബേ ഞങ്ങളെ കൽബുകൾ, കറുത്തുപോയി റബ്ബേ ഞങ്ങളെ ഹൃദയങ്ങൾ. നിന്റെ മഹരിഫത്തിൻ്റെ നൂറ് കൊണ്ടൊന്ന് പ്രകാശിപ്പിക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, കോടിക്കണക്കിന് ആളുകളെ പാപങ്ങൾ പൊറുത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന രാവുകളും പകലുകളും പുണ്യപ്പെട്ട ദിനങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഈ സാധുക്കളായ പാപികളായ ഞങ്ങളെ കൈവിടല്ല റബ്ബേ, കൈയൊഴിയല്ല റബ്ബേ. റബ്ബാകുന്ന നീ ഞങ്ങളെ കൈയൊഴിയല്ല റബ്ബേ. അല്ലാഹുവേ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട്. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, പല വിധത്തിൽ രോഗമുള്ളവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഫത്ഹ് നൽകണേ അല്ലാ, ഫത്ഹ് നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ, ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ചെയ്യാൻ ഒരുങ്ങി പണമടച്ച് കാത്തിരിക്കുന്ന പലരും ഞങ്ങളിലുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ.
എളുപ്പമാക്കണേ അല്ലാ. സ്വദേശത്തും വിദേശത്തും ഓൺലൈനിലും മറ്റുമായി സംഭാവനകൾ നൽകി പല നിലക്കും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടുത്തെ കരണ്ടിൻ്റെ ബില്ല് ഏറ്റെടുത്തിരിക്കുന്ന സഹോദരങ്ങൾ അത് കബൂൽ ചെയ്യണേ അല്ലാ. അവരെ ഖൽബ് ഹിദായത്തിൻ്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങൾ ദുആ ചെയ്ത പോലെ ഞങ്ങൾ ദുആ ചെയ്യുന്നു. നീ വെളിച്ചം കൊടുക്ക് റബ്ബേ. അവരുദ്ദേശിച്ച മരിച്ചുപോയവരെ ഖബറിലേക്ക് അതിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്ക് റബ്ബേ. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും, മശായിഖുമാരിൽ പലരും, ബന്ധുക്കളിൽ പലരും, കുടുംബങ്ങളിൽ പലരും, ഭക്ഷണം തന്ന പലരും, വസ്ത്രം തന്ന പലരും, ഞങ്ങളെ സ്നേഹിച്ചിരുന്ന പലരും, ഞങ്ങളെ ഗുണകാംക്ഷികളായിരുന്ന പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഈ പള്ളിക്ക് വേണ്ടി സ്ഥാപിച്ച അന്ന് മുതൽ ഇന്നോളം അധ്വാനിച്ച് സഹായിച്ച് സഹകരിച്ചവരിൽപ്പെട്ട പലരും, അള്ളാഹുവേ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച പലരും, എല്ലാവരുടെയും ഖബറുകളിലേക്ക് അതിൻ്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് നിന്റെ ദീനിൻ്റെ ഖിദ്മയായി സ്വീകരിക്കണേ അല്ലാ. സലാത്തുകളൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, പൊറുത്തു കൊടുക്കണേ അല്ലാ. ഇഖ്ലാസ് കൈമുതലാക്കണേ അല്ലാ, തഖ്വ കപ്പലാക്കണേ അല്ലാ. അള്ളാഹുവേ, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ചോദിക്കാത്ത ആവശ്യങ്ങളാ. ഞങ്ങൾക്ക് ഖൈറായത് മുഴുവനും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശർറായിട്ട് ഭവിക്കുന്ന സർവ്വകാര്യങ്ങളെ തൊട്ടും ഞങ്ങളെ നീ തിരിച്ചു കളയണേ അല്ലാ. അവ ഞങ്ങളെ തൊട്ട് തിരിക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവനും നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു അബ്ദുൽ നാസിർ മഅ്ദനി ഉസ്താദ് രോഗശയ്യയില, നീ ശിഫ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് പീഡനങ്ങളേറ്റി കഴിയുന്ന പിഞ്ചുമക്കൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അന്നമില്ലാതെ കഷ്ടപ്പെടുന്ന, ബോംബ് വർഷിപ്പിക്കപ്പെട്ട് നിരന്തരമായിട്ട് കൊന്നൊടുക്കപ്പെടുകയാ. നമ്മളെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള ശരീരമുള്ള പച്ചമാംസമുള്ള മുസ്ലിം സഹോദരന്മാരെ കൈകൾ ബന്ധിപ്പിച്ച് പച്ച ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കുത്തിവലിച്ചെടുത്ത് നിഷ്കരുണം പീഡിപ്പിക്കപ്പെടുന്ന രംഗങ്ങളാ. അത് കാണാനും കേൾക്കാനും ഞങ്ങൾ വിധിക്കപ്പെട്ടവരാ. അവർക്കൊക്കെ രക്ഷ കൊടുക്കല്ലാ, സലാമത്ത് കൊടുക്കല്ലാ. നീ സലാമത്ത് കൊടുക്കല്ലാ, സലാമത്ത് കൊടുക്കല്ലാ, ഫത്ഹ് നൽകല്ലാ. അള്ളാഹുവേ, ഇന്ത്യ രാജ്യത്ത് നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും നിന്നെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും നിന്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമാം വിധം പറ്റുന്ന വിധത്തിലുള്ള അധികാരങ്ങളും സർക്കാരുകളെയും നീ പ്രതിഷ്ഠിപ്പിക്കണേ അല്ലാ. അവർ കണ്ണ് തുറക്കേണ്ടവരെ കണ്ണുകൾ നീ തുറപ്പിക്കണേ അല്ലാ, മനസ്സലിവ് കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിന് ഖൈർ നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഉഖ്റവിയായ ആലിമീങ്ങളിൽ, മുത്തഅല്ലിമീങ്ങളിൽ, അവരെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഏറ്റവും നല്ല സമയം നാളെ നിന്റെ ലിഖാഇന്റെ സമയമാക്കണേ അല്ലാ. ഈ ദുനിയാവിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നേടിയാലും നേടിയില്ലെങ്കിലും ഈ ദുനിയാവെന്ന് കണ്ണടയ്ക്കുമ്പോൾ നിറഞ്ഞ ഈമാനോടെ കലിമത്ത് തൗഹീദ് സ്വൈസ്തരം ചെല്ല് ഹബീബായ തങ്ങളടക്കമുള്ള പരിശുദ്ധ അർവാഹികളുടെ സാന്നിധ്യത്തിൽ നന്മ ചെയ്ത പിറകെ ഞങ്ങളെ ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ, ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ, ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വീരാദിന് സ്വീപ് കിട്ടിയിട്ടുള്ള, വിഹിതം കിട്ടിയിട്ടുള്ള, ഭാഗ്യം കിട്ടിയിട്ടുള്ള സഹൃദ സാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മലായിക്കത്തിൻ്റെ ചുംബനം കൊണ്ട് ഞങ്ങൾക്ക് ആത്മീയമായ വളർച്ചയും ഉയർച്ചയും നൽകണേ അല്ലാ. നിന്നെ
പേടിച്ചുകൊണ്ടു കരയാൻ, നിന്നെ ഓർത്തുകൊണ്ട് ദിക്റു ചൊല്ലാൻ, നിന്നെ ഓർത്തുകൊണ്ട് തുള്ളിക്കണ്ണീരെങ്കിലും പൊഴിക്കാൻ നീ ഞങ്ങൾക്ക് മനസ്സിന് നീ ശാന്തിയും സമാധാനവും നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഞങ്ങളെ നീ കേൾക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച സ്ഥിതിക്ക്, ഇതിനെല്ലാം ഞങ്ങൾക്ക് തൗഫീഖ് തന്ന സ്ഥിതിക്ക്, ഈ പള്ളിയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥിതിക്ക്, ഈ പാതിരാ സമയം വരെ ഞങ്ങൾ ഉറക്കമിളച്ചുകൊണ്ട് ഇതിനെല്ലാം സന്നദ്ധരായ സ്ഥിതിക്ക് നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم أعز أمة محمد، اللهم تقبل من أمة محمد، اللهم انصر أمة محمد، اللهم سلم أمة محمد، اللهم افتح لأمة محمد واشرنا في زمرة محمد بحق محمد وآل محمد وصحاب محمد. يا شفيق يا رفيق يا جالي الضيق يا حسن المذيق يا مولانا الحقيق فاطر السماوات والأرض خالق العرش والكرسي فالق الحب والنوى. اللهم إنك مغيث كل مستغيث ومجيب كل مستجيب وأنيس كل غريب وشريك كل فريد دافع البليات مانع المصيبات قاضي الحاجات. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. أنت الذي تسمع دبيب النملة السوداء في الليلة الظلماء على الصخرة الصماء. اللهم اجعل هذا المجلس مانعا من عذاب القبر ومنجيا من عذاب النار وسببا لإباحة دار القرار. اللهم اجعل حبنا إليك وإلى حبيبك محمد صلى الله عليه وسلم أحب إلينا من الماء البارد على الظمأ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.